ഹായ് എവ്രി വൺ, എ വോം വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. സോ നമ്മുടെ ടീം ഇവിടെ നിങ്ങൾക്ക് നെറ്റ് ഇംഗ്ലീഷിന്റെ ലൈവുമായിട്ട് റെഡിയാണ്. ഫുൾ ഫ്ലഷ് നമ്മൾ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, സോ വെൽക്കം ഓൾ ഓഫ് യു ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. ആൻഡ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഒരു ഓറിയന്റേഷൻ ക്ലാസ് ആണ്. ഓക്കെ, ക്ലാസ് എന്നൊന്നും പറയാൻ പറ്റില്ല, ആക്ച്വലി കുറച്ച് ഐഡിയാസ് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഒരു എന്താണ് റിപ്ലൈസ് നമുക്ക് വേണം. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ഐഡിയാസ് നമ്മൾ അങ്ങോട്ട് തരുന്നുണ്ട്. 10 യൂണിറ്റ് ഏതാണ് എന്നൊന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഏതൊക്കെ വഴികളിലൂടെയാണ് ആ യൂണിറ്റിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മുടെ ആയ സ്വാതി ടീച്ചർ നമ്മുടെ കൂടെ ഉണ്ട്. ടീച്ചറും ജോയിൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സെഷനാണ് 1 hour നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. റെഡി ആണോ? എനർജറ്റിക് ആണോ? ഈ എനർജി ഇന്ന് മാത്രം പോരാ, നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങളുടെ എനർജി വേണം. ആൻഡ് ഓൾസോ ക്വസ്റ്റ്യൻസ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വണ്ടർഫുൾ സെഷൻ ആണ് ഈ ഒരു സൈക്കിളിൽ നമ്മൾ എന്താണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓരോ സൈക്കിൾസും മച്ച് ഇംപ്രൂവ് ചെയ്ത് പോകണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സൈക്കിളിന്റെ ഏറ്റവും വലിയ മോട്ടോ എന്ന് തന്നെ പറയാൻ പറ്റുന്നത് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് കൂടുതലായിട്ട് ഷോർട്ട് കട്ട്സ്, കോഡുകൾ ഒക്കെ ഈ ഒരു സൈക്കിളിന്റെ ഒരു പാക്കേജ് ആയിട്ട് നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. റെഡിയാണോ? തുടങ്ങാം. നിങ്ങൾക്ക് റിപ്ലൈ മെസ്സേജുകൾ കൊടുക്കാൻ സാധിക്കും ഇൻബോക്സിൽ. അതുപോലെ തന്നെ തംസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. റിയാക്ഷൻ ബട്ടൺ ഓപ്പൺ ആണ്. ഓക്കെ, സോ ഷാൽ വി? ഒരുപാട് പേരെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് എല്ലാവരും ത്രൂ ഔട്ട് ഉണ്ടാവണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. നോക്കിക്കേ, നമുക്ക് നെറ്റ് ഇംഗ്ലീഷിന്റെ സിലബസ് ആദ്യം ഒന്ന് പരിചയപ്പെടണം അല്ലെ. എത്ര യൂണിറ്റ് ഉണ്ടെന്നാ കൂട്ടുകാരെ നിങ്ങളുടെ ഒരു ഐഡിയ? എത്ര യൂണിറ്റ് ഉണ്ട്? ഇവിടെ ഇപ്പൊ ഒരുപാട് ഏരിയാസിൽ നിന്ന് ഉള്ള ആൾക്കാരുണ്ടാവും. എല്ലാവരും ലിറ്ററേച്ചറുകാരാണെങ്കിൽ പോലും PG പഠിച്ചുകൊണ്ടിരിക്കുന്നവര്, PG കഴിഞ്ഞ 1 വർഷമായവര്, 2 വർഷമായവര്, കുറച്ച് ഗ്യാപ്പ് വന്നവര്, എവ്രിബഡി വിൽ ബി ഹിയർ. എല്ലാവർക്കും ഒരുപോലെ അക്സസിബിൾ ആയിട്ടുള്ള ഒരു രീതിയായിരിക്കും നമ്മുടെ പ്രസന്റേഷൻ. കാരണം കുറച്ച് ഇയർ ബാക്ക് വന്നവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം, ഒരു ബേസ് നോളജ് അവർക്ക് വേണമായിരിക്കും, അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഇപ്പൊ PG ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സിലബസുമായിട്ട് കൂടുതൽ അപ്ഡേറ്റഡ് ആണ് നിങ്ങൾ. അപ്പൊ പെട്ടെന്ന് ചിലപ്പോൾ ക്യാച്ച് ചെയ്യുമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഡിഫറൻസ് ഒന്നും നിങ്ങൾക്ക് കോഴ്സിൽ ഫീൽ ചെയ്യില്ല. എല്ലാവർക്കും ഈക്വൽ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 10 യൂണിറ്റുകൾ ഉണ്ട് കേട്ടോ. ഈ 10 യൂണിറ്റുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഡ്രാമ തീർന്നു. ഡ്രാമ എന്ന് പറയുന്നു, പോയട്രി എന്ന് പറയുന്നു, ഈ ഒരു രീതിയല്ലേ അവർ ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഒരു ജീനിയസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മിടുക്കാണ് ഡ്രാമയിൽ നിന്ന് എന്ത് പഠിക്കണം അല്ലെ. ഡ്രാമയിൽ നിന്ന് എന്ത് പഠിക്കണം നമുക്കറിയാലോ. നമുക്ക് ക്വസ്റ്റ്യൻസ് പേപ്പർ 1 നിന്നും പേപ്പർ 2 നിന്നും ഉണ്ടാവും. ആൻഡ് പൊതുവെ ഇപ്പം ഇടയ്ക്ക് ഒരു ഞാനൊക്കെ നെറ്റിന് അപ്പിയർ ചെയ്ത സമയത്ത് അപ്പൊ ഒരു റിവ്യൂ കുട്ടികളുടെ അടുത്തുനിന്ന് വരുന്നത് പേപ്പർ 2 എളുപ്പമാണ്, പേപ്പർ 1 കുഴപ്പിച്ചു എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ ആ ഒരു ട്രെൻഡ് മാറിയെന്ന് തോന്നുന്നു. പേപ്പർ 2 ആയിരുന്നു പ്രശ്നം, സബ്ജക്ട് ഏരിയ ആയിരുന്നു പ്രശ്നം, പേപ്പർ 1 കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച്, നമ്മുടെ സബ്ജക്ട് ഏരിയയിൽ നമ്മൾ വീക്ക് ആവാനേ പാടില്ല. പറ്റുമോ ഐശ്വര്യ? ഓരോരുത്തരുടെ പേരങ്ങ് വിളിക്കുന്നതേ ഉള്ളൂ കേട്ടോ. സബ്ജക്ട് ഏരിയയിൽ വീക്ക് ആവാനേ പറ്റത്തില്ല. സബ്ജക്ട് ഏരിയ നമ്മുടെ ഡോമിനന്റ് ഏരിയ ആയിരിക്കണം, നമ്മുടെ കുത്തകയായിരിക്കണം അല്ലെ, നമ്മുടെ ഒരു ടെറിട്ടറി ആയിരിക്കണം നമ്മുടെ സബ്ജക്ട് ഏരിയ എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമുക്ക് മാർക്കുകൾ മിസ്സാവാനായിട്ട് പാടില്ല. അപ്പൊ സബ്ജക്ട് ഏരിയയിൽ ശരിക്കും പറഞ്ഞാലേ ഈ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഈ ക്ലാസ് എടുക്കുന്ന എന്റെ ഇതായിരിക്കും, അതായത് നമുക്ക് ഈ പഴയ കാല റൈറ്റേഴ്സിനെ എല്ലാം അറിയാം. ശരിയാണോ? അരിസ്റ്റോട്ടലിനെ അറിയാം, ഹൊറൈസിനെ ചോദിച്ചാൽ അറിയാം, എല്ലാരെയും നമുക്കറിയാം, ഹോമർ, എവ്രിബഡി ഈസ് ദറോ ഫോർ us. പക്ഷെ ഇന്നത്തെ കണ്ടംപററി റൈറ്റേഴ്സുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഇല്ല. ഇന്നും ജീവിച്ചിരിക്കുന്ന, ഇന്നും ലിറ്ററേച്ചറിലേക്ക് ഐഡിയാസ് കൊടുക്കുന്ന പലരുടെയും പേര് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്ലിങ് ആവും. ലൈക്ക് വി ഡോണ്ട് നോ വെദർ ദേ ബിലോങ് ടു ലിറ്ററേച്ചർ. ശരിയല്ലേ? പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം. അത് നിങ്ങളുടെ ഒരു ലൈഫിൽ നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. നമ്മൾ ഈ നോബൽ പ്രൈസ് കിട്ടുന്ന പല ആൾക്കാരും, ഇംഗ്ലണ്ടില് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലൊക്കെ നോബൽ പ്രൈസ് കിട്ടുന്ന പല ആൾക്കാരും, നമുക്ക് ആ പേര്, അവർക്ക് നോബൽ കിട്ടുമ്പോഴായിരിക്കും അവരുടെ പേര് പലപ്പോഴും നമ്മൾ നോക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രശ്നം. അതായത് നമ്മുടെ സബ്ജക്ട് ഏരിയയിൽ നമുക്ക് അത്രയും അങ്ങോട്ട് ഒരു ഡോമിനേഷൻ ഇല്ലാത്തതുകൊണ്ട് അത് സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ ബൈ ഹേർട്ട് ചെയ്ത് വെക്കും. 2025 ആർക്ക് നോബൽ കിട്ടി, 24, 23, 22, പിന്നെ എല്ലാം ബൈ ഹേർട്ടാ. പക്ഷേ ആദ്യമായിട്ട് അവർക്ക് നോബൽ കിട്ടിയെന്ന് പറഞ്ഞ് അവരുടെ പേര് വരുമ്പോൾ പലപ്പോഴും നമുക്ക് ആ പേര് അറിയത്തില്ല. അതുവരെ നമ്മൾ ആ പേര് കേട്ടിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ടോ? നമിതേ? അഫീറത്ത്? യെസ്, പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണത്. ഓക്കെ, അപ്പം
ഡ്രാമയും പോയട്രിയും ഫിക്ഷനും നോൺ ഫിക്ഷനും ചേരുന്നതാണ് ആദ്യത്തെ 4 യൂണിറ്റ്. ഈ യൂണിറ്റുകൾ ഒരേ ആളല്ല പഠിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ഒരു 4 യൂണിറ്റ്സ് ഞാനായിരിക്കും ഡീൽ ചെയ്യുന്നത്. ആൻഡ് നമുക്ക് യൂണിറ്റ്സിൽ, അതായത് ചില യൂണിറ്റ്സ് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട് അധ്യാപകർ. അപ്പൊ തന്നെ നമുക്ക് ഒരേ ആളിന്റെ ഒരേ ടീച്ചിങ് സ്റ്റൈൽ അല്ല. ഓക്കെ, ആൻഡ് യു വിൽ ഗെറ്റ് എ ഡിഫറെന്റ് അപ്രോച്ച് ഇല്ല. അപ്പം ഇങ്ങനെ നമുക്കൊരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരേ സ്ട്രെച്ചിൽ അങ്ങനെ പോകണ്ട. 2 ടീച്ചേഴ്സിന്റെ ഒരു മ്യൂച്വൽ എഫേർട്ടായിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഡ്രാമ, പോയട്രി, ഫിക്ഷനിൽ തന്നെ ചെറുകഥകൾ വരുന്നുണ്ട് കേട്ടോ, ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് ഓൾസോ നമ്മുടെ നോൺ ഫിക്ഷണൽ പ്രോസ് എന്ന് പറഞ്ഞാൽ ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പല ഓട്ടോബയോഗ്രഫീസ്, ബയോഗ്രഫീസ്, ഇതൊക്കെ നമ്മൾ നോക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, ഡ്രാമ, പോയട്രി, ഫിക്ഷൻ, ഷോർട്ട് സ്റ്റോറി, നോൺ ഫിക്ഷണൽ പ്രോസ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാ കവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ നല്ലൊരു ടാക്ടിക്സ് ഈ 4 യൂണിറ്റ് കവർ ചെയ്യുമ്പോൾ ഉപയോഗിക്കണം. കാരണം മാർക്കിന്റെ ഏറ്റവും വലിയ ഒരു സ്പേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ടോപ്പ് ഏരിയ എന്ന് പറയുന്നത് ഈ 4 യൂണിറ്റാണ്. ഇതിൽ നിന്ന് ഇയർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും, അതുപോലെ തന്നെ റൈറ്റർ ആരാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരും. ഇതിനൊക്കെ തന്നെ ആൾട്ടർനേറ്റീവ് ടൈറ്റിൽസ് അല്ലെങ്കിൽ സബ് ടൈറ്റിൽസ് ഉണ്ടാവും, ആ ചോദ്യങ്ങൾ വരും അല്ലെ. പലതരത്തിലുള്ള തിയറികളൊക്കെ നമ്മളിവിടെ, തിയറി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നോവലുകളിൽ ഏതെങ്കിലുമൊക്കെ സോ കോൾഡ് തിയറികൾ, ലൈക്ക് ഇപ്പൊ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് പോലെയുള്ള മെത്തേഡുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള രീതികൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ 4 യൂണിറ്റ് അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് പോകും കേട്ടോ. ഈ ഒരു ക്ലാസ്സിൽ തന്നെ, ഒരു ഓറിയന്റേഷൻ സെഷനിൽ തന്നെ ചോദ്യങ്ങൾ 2 എണ്ണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ നിങ്ങളെ ഒരു വണ്ടർഫുൾ ഇംഗ്ലീഷ് ട്രിപ്പ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ത്രൂ ദ ഏജ് വൈസ് ലിറ്ററേച്ചർ. മൊത്തമൊന്നും ഇന്നത്തെ ക്ലാസ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെറിയൊരു ടൈമിൽ കവർ ആവില്ല എന്നറിയാം. എന്നാലും എന്തായിരിക്കും നമ്മുടെ കോഴ്സിൽ നമ്മൾ അപ്കമിങ് ഡേയ്സിൽ പഠിക്കുന്നതെന്ന് ആ ഒരു ജസ്റ്റ് ഒരു സ്മോൾ ട്രിപ്പിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഒരു പ്രസന്റേഷൻ ആണ്. ഓക്കെ, യൂണിറ്റ് 5 നമുക്ക് ലാംഗ്വേജ്, ബേസിക് കോൺസെപ്റ്റ്സ്, തിയറീസ്, പെഡഗോജി ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. ടീച്ചർ അതിന്റെ അതായത് സ്വാതി ടീച്ചർ അതിന്റെ ഒരു അനാലിസിസ് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. ഓക്കെ, ആൻഡ് നമുക്ക് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ ആണ് യൂണിറ്റ് 6 പഠിക്കാനായിട്ട് വരുന്നത്. അപ്പം ഈ യൂണിറ്റ് 5 എന്ന് പറയുമ്പോൾ ലാംഗ്വേജ്, ബേസിക് കോൺസെപ്റ്റ്സ്, പക്ക നമ്മുടെ ലിംഗ്വിസ്റ്റിക്സ്. ഓക്കെ, പൊതുവെ ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ടാവില്ല. ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇംഗ്ലീഷ് എടുക്കുന്നവർക്ക്, ഇല്ലെന്നല്ല. പലപ്പോഴും നമുക്ക് ലിറ്ററേച്ചറിൽ വേണമെങ്കിൽ മാസ്റ്റേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്സ് പോലെയുള്ള ഏരിയാസിൽ മാസ്റ്റേഴ്സ് എടുക്കാം അല്ലെ. അപ്പം ലാംഗ്വേജ് സംസാരിക്കാനും അത് എങ്ങനെ ഉച്ചരിക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കണം, അതിന്റെ ആപ്ലിക്കേഷൻ എന്നൊക്കെ അറിയാനായിട്ട് കൂടുതൽ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ലിംഗ്വിസ്റ്റിക്സ് ഒരു വളരെ നല്ല ഓപ്ഷൻ ആണ്. ഓക്കെ, ആൻഡ് ലിംഗ്വിസ്റ്റിക്സിനോട് നമ്മൾ ഒന്ന് കണക്ട് ആവുന്ന ഒരു സ്ഥലമാണ് യൂണിറ്റ് 5. ഓക്കെ, ആൻഡ് ഓൾസോ വി ആർ ഡിസ്കസിങ് പെഡഗോജി, ദ ആർട്ട് ഓഫ് ടീച്ചിങ്, എങ്ങനെ പഠിപ്പിക്കണം ഇല്ലേ. ഇന്ന് വിരൽത്തുമ്പിലുണ്ട് ശരിക്കും പറഞ്ഞ എല്ലാ അറിവുകളും. അതായത് ഇപ്പം എല്ലാ ഐഡിയാസും യൂട്യൂബ് ക്ലാസ്സുകളിലൂടെ, നോട്ടുകളിലൂടെ, AI സെഷൻസിലൂടെ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു അരമണിക്കൂർ എന്റെ കൂടെ ഇരിക്കണമെങ്കിൽ അത്രയും എന്തെങ്കിലും നെറ്റിൽ ഈസിലി അവൈലബിൾ അല്ലാത്ത ഒരു റിസോഴ്സ് എന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്നാലല്ലേ നിങ്ങൾ ഇവിടെ എന്നെ കാത്തിരിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് ആയിട്ട് പോയില്ലേ. അപ്പൊ എന്ന് പറയുന്ന പോലെ ഇന്നത്തെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ ടെക്നോ പെഡഗോഗ്സ് ആയിരിക്കണം. ലൈക്ക് ടെക്നോളജിയിൽ അവർക്ക് നല്ല അറിവുണ്ടായേ മതിയാവും. ഞാൻ നല്ല രീതിയിൽ പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ടെക്നോളജി ഉപയോഗിച്ച് പഠിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ഡ്രോബാക്സ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കുറച്ച് നാളെങ്കിലും അധ്യാപകരായിട്ടുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോഴും അധ്യാപകരായിട്ടുള്ളവരുണ്ടാവും, ട്യൂഷനെങ്കിലും എടുക്കുന്നവരുണ്ടാവും. ഓക്കെ, ഒരു കുട്ടിയായാലും നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഈ പറയുന്ന പെഡഗോഗി നമുക്ക് ഉണ്ടായിരിക്കണം. ആ കുട്ടിയുടെ ഫ്യൂച്ചർ ഡേയ്സിൽ കുട്ടി എപ്പോഴെങ്കിലും നമ്മളെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഒരു ട്രോമ ടീച്ചർ ആവാൻ പാടില്ല അല്ലെ. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന്റെ ആവശ്യമില്ല. പ്രഷർ ഫ്രീ ലേണിംഗ് കൊടുക്കുക. യൂണിറ്റ് 6 ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ ആണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ശരിക്കും പഠിക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ വരാനായിട്ട് കാരണമായ കുറെ കാര്യങ്ങളുണ്ട് കൂട്ടുകാരെ. എന്ന് പറയുമ്പം നമ്മുടെ ഇംഗ്ലീഷുകാര് ഇന്ത്യക്കാർക്ക് കുറച്ച് മെച്ചം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയല്ല ഇംഗ്ലീഷ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് അവർക്ക് ഈ ബ്ലൂ കോളർ ജോബ്സ് ഒക്കെ ചെയ്യാൻ കുറെ ആൾക്കാരെ വേണമായിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇംഗ്ലീഷ് എന്തെടുത്തു, എല്ലാരെയും അങ്ങ് പഠിപ്പിക്കാൻ ശ്രമിച്ചു. അതാകുമ്പോൾ ഈ കമാൻഡ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് ഇംഗ്ലീഷിൽ എടുത്തോളുമല്ലോ. അതായിരുന്നു അവരുടെ ഇന്റൻഷൻ. അപ്പൊ അങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇംഗ്ലീഷിലെ പോപ്പുലർ റൈറ്റേഴ്സ്, ആ കാര്യങ്ങളൊക്കെ യൂണിറ്റ് 6. യൂണിറ്റ് 7 ഈസ് എ വെരി വണ്ടർഫുൾ സെഷൻ, വെരി വണ്ടർഫുൾ യൂണിറ്റ്, കൾച്ചറൽ സ്റ്റഡീസ്. യൂണിറ്റ് 7 ഉം 8 അത്രയും ഇമ്പോർട്ടന്റ് ആട്ടോ. യൂണിറ്റ് 7 എന്ന് പറയുമ്പോൾ കൾച്ചറൽ സ്റ്റഡീസ് ആണ്. ലാറ്റിൻ പദമായ കൾച്യൂറ എന്ന വാക്കിൽ നിന്നാണ് കൾച്ചർ എന്ന വാക്ക്
ഈ ടീച്ചർ ഇന്നേ ക്ലാസ് തുടങ്ങിയല്ലോ എന്നൊന്നും വിചാരിക്കല്ലേ. ശരിക്കും കൾച്ചറൽ സ്റ്റഡീസിന്റെ തുടക്കം കൾച്യൂറ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിലൂടെയാണ്. ഓക്കെ, അതായത് ഇതൊരു അംബർല ടേം ആണ്. നമ്മുടെ ജീവിത രീതി, ഭക്ഷണ രീതി, നമ്മുടെ സംസാര രീതി, നമ്മുടെ A to Z കാര്യങ്ങൾ കൾച്ചറൽ സ്റ്റഡീസിൽ വരുന്നുണ്ട്. ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള കൾച്ചറൽ തിയറിസ്റ്റുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ ചേർന്ന് കൊണ്ടുവന്ന ഒരുപാട് തിയറികൾ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് കൾച്ചറൽ സ്റ്റഡീസ്. എങ്ങനെയുണ്ട്? 7 യൂണിറ്റിന് പേര് കിട്ടിയോ? ഈ പേരൊന്നും ഞാൻ പറഞ്ഞു തന്നാവില്ല, നിങ്ങൾ അറിയുന്നത് കേട്ടിട്ടുണ്ടാവും യൂണിറ്റിന്റെ പേര്. എന്നാലും ഈ യൂണിറ്റിന്റെ പേര് മാത്രമേ തന്നിട്ടുള്ളൂ. നിങ്ങൾ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തവരാണെങ്കിൽ, അല്ലെങ്കിൽ സെറ്റ് ഒക്കെ ക്വാളിഫൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അവിടെ വലിയൊരു സിലബസ് നമ്മളെ കാത്തിരിപ്പുണ്ട്. പേജ് കണക്കിന് സിലബസാ അല്ലെ. 1ഉം 2ഉം പേജിലൊന്നും പ്രിന്റ് എടുത്താൽ തീരത്തില്ല. പക്ഷെ നെറ്റ് ഇംഗ്ലീഷിന്റെ സിലബസ് വേണമെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റിൽ എഴുതിയെടുക്കാം. കാരണം 10 യൂണിറ്റിന്റെ പേര് എഴുതിയാൽ മതി, വേറെ ഒന്നും അവർ പറയുന്നില്ല. ഈ 10 യൂണിറ്റിൽ നിന്നായിരിക്കും ചോദ്യം. ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ അവിടുന്ന് നമ്മുടെ ഒരു ടാക്ടിക്സ് ആണ് എന്ത് പഠിക്കണം എന്നുള്ള ഒരു യാത്രയിലൂടെ കാര്യങ്ങൾ പഠിച്ച് നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത്. യൂണിറ്റ് 8 നിർണായകമാണ്. ഇപ്പോഴേ നോട്ട് ചെയ്ത് വെച്ചോ, ഏറ്റവും നിർണായകമായ യൂണിറ്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വിചാരിക്കും ആദ്യത്തെ 4 യൂണിറ്റ് പറഞ്ഞപ്പോഴും ടീച്ചർ ഇത് തന്നെയാണല്ലോ പറഞ്ഞതെന്ന് അല്ലെ. മാർക്ക് ബേസ് പറയുകയാണെങ്കിൽ ആദ്യത്തെ 4 യൂണിറ്റ് നിർണായകമാണ്. യൂണിറ്റ് 8ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലിറ്റററി ക്രിറ്റിസിസം ആണ്. നിങ്ങൾ ഈ JRF ഒക്കെ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ റിസർച്ചിലേക്ക് പോകും. ആ സമയത്തും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ലിറ്റററി ക്രിറ്റിസിസം. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോണം, നല്ലൊരു യൂണിറ്റ് ആണ്. കുറെ കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിക്കും എന്നുള്ളതും നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കണം. ഓക്കെ ആണോ? ഒരു തംസ് കൊടുത്തേ, ഇത്ര ഓക്കെ ആണെങ്കിൽ. ഓക്കെ ആണോ? ഓറിയന്റേഷനേ ആയിട്ടുള്ളൂ. എപ്പോഴും വേണം നിങ്ങളുടെ സപ്പോർട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും. ഓക്കെ, ആൻഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവോ, നോർമലി ഒരു കുട്ടിയുടെ അറ്റൻഷൻ സ്പാൻ എത്ര സമയമാണ്? അതൊരു 10-20 മിനിറ്റേ ഉള്ളൂ എന്നാണ് പറയുന്നത്. നമ്മൾ ആ സമയത്താണ് ഇവിടെ 45 മിനിറ്റ് 40 മിനിറ്റ് ഒക്കെ ക്ലാസ് റൂമിൽ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്നത്. ഒരു പീരീഡ് ഒരു കുട്ടിയുടെ 10-40 മിനിറ്റ് ആയിരിക്കും. ഇവിടെ ഓൺലൈനിൽ നമ്മൾ 1 മണിക്കൂർ നിങ്ങളെ പിടിച്ചിരുത്തുന്നുണ്ട് അല്ലെ. ഉറപ്പായിട്ടും നമുക്ക് ഫോണിൽ പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡൈവേർട്ട് ചെയ്തു പോകും, അറ്റൻഷൻ ഡീവിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഓരോ 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഒക്കെ കൂടുമ്പം നമ്മള് ബ്രേക്കുകൾ എടുക്കാൻ പറ്റില്ലല്ലോ. ആകെ 1 മണിക്കൂർ അല്ലേ ഉള്ളൂ, പോഷൻ തീരണ്ടേ, പോയിട്ട് വരൂ എന്ന് പറഞ്ഞ് ലിങ്കിൽ നിന്ന് നിങ്ങളെ പറഞ്ഞു വിട്ടിട്ട് തിരിച്ചു വിളിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ സമയങ്ങൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ സൈക്കിളൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ. യൂട്ടിലൈസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടായിരിക്കും. ഓക്കെ, ക്ലാസ്സുകളിൽ ഇപ്പം എനിക്ക് ക്ലാസ്സിൽ അഷ്വർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ദിവസം ക്ലാസ്സിൽ വരുന്നതിലൂടെ 4-5 പുതിയ ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കും. അത് PYQ ആക്കാനായിട്ട് മാക്സിമം ഞാൻ ശ്രമിക്കുകയും ചെയ്യും. റെഡിയാണോ? റെഡിയാണോ? അപ്പം നോട്ട് ചെയ്ത് വെച്ചോണം. ഈ നോട്ട്സ് ഒക്കെ നമുക്ക് പ്ലാറ്റ്ഫോമിൽ കിട്ടും കൂട്ടുകാരെ. പക്ഷെ മറ്റേ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് എഴുതാനായിട്ടൊക്കെ ഒരു ബുക്കൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഭയങ്കര നല്ലത് കേട്ടോ, ഭയങ്കര നല്ലതായിരിക്കും. നമ്മൾ ഉറപ്പായിട്ടും നെറ്റൊക്കെ ക്വാളിഫൈ ചെയ്യും. നെറ്റൊക്കെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധ്യാപകരാവാനുള്ള ഒരു അവസരം കിട്ടും കേട്ടോ. അപ്പം എനിക്കിപ്പം കിട്ടിയ സൈക്കിളിൽ കുറച്ച് കുട്ടികളൊക്കെ പിന്നെ നമ്മുടെ അടുത്ത് പറയും അവരിപ്പൊ ക്ലാസ് എടുക്കുന്നുണ്ട്, അവര് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയും. അപ്പൊ ശരിക്കും നമ്മുടെ ബുക്കൊക്കെ അവർ യൂട്ടിലൈസ് ചെയ്യുന്നു. നമ്മൾ ഈ പറഞ്ഞ ഐഡിയ ഒക്കെ ആരെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കാണിക്കുമ്പോൾ, അപ്പൊ എന്റെ ഐഡിയ ആരെങ്കിലും അധ്യാപകൻ എന്നെ പഠിപ്പിച്ചെടുത്തു എനിക്ക് കിട്ടിയതായിരിക്കും. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് കൊടുക്കുന്നു, നിങ്ങൾ അത് പാസ് ചെയ്ത് അടുത്ത ആളിന് കൊടുക്കുന്നു. ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ്, റൈറ്റ്? നമ്മളെപ്പോ ഒരു ഇന്നോവേഷൻസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ടീച്ചിങ് ടാക്ടിക്സ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എപ്പോഴും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അടുത്തത് യൂണിറ്റ് 9 ആണ്, ലിറ്റററി തിയറി പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ്. ഈ 2ാം ലോക മഹായുദ്ധം ഉണ്ടാവാൻ എന്തായിരുന്നു കാരണം? എന്തായിരുന്നു കാര്യം? ഇപ്പൊ വിചാരിക്കുന്ന നല്ല ബെസ്റ്റ് ചോദ്യം, ഈ യുദ്ധത്തിനെ കുറിച്ചാണോ ചോദ്യം? യുദ്ധം ഉണ്ടാവാൻ എന്തെങ്കിലും കാരണം വേണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. 1ാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് ഭയങ്കര 2 സൂപ്പർ പവേഴ്സ് തമ്മിൽ പടവെട്ടിയതാണ്. യെസ്, ഹായ് ശ്രീവാർത്തി. ശ്രീവാർത്തി, യെസ്, വി ഹാവ് എ കണക്ഷൻ, റൈറ്റ്? ഓക്കെ, ഫൈൻ. അപ്പം നമ്മുടെ പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ്. ഓക്കെ, അപ്പം പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് എന്ന് പറയുന്നത് ലിറ്റററി തിയറി ആയിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത് അല്ലെ. സോ എന്താ പറയാ, നമ്മുടെ 1ാം ലോക മഹായുദ്ധം, ഞാൻ ഇത് ശ്രീവാർത്തിയുടെ ഒക്കെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് ശ്രീവാർത്തി വന്നിട്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, 1ാം ലോക മഹായുദ്ധമാണ് ശരിക്കും 2ാം ലോക മഹായുദ്ധത്തിനുള്ള കാരണം. എന്താന്ന് വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 1ാം ലോക മഹായുദ്ധത്തിന് നല്ലൊരു പര്യവസാനം ഉണ്ടായില്ല. ഓക്കെ, നല്ലൊരു കൺക്ലൂഷൻ അവിടെ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2ാം ലോക മഹായുദ്ധം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു ചെയ്തത്, പെട്ടെന്ന് ബ്ലാസ്റ്റ് ആവുകയായിരുന്നു ചെയ്തത് അല്ലെ. സോ
ഫസ്റ്റ് വേൾഡ് വാർ തന്നെയാണ്. ഫസ്റ്റ് വേൾഡ് വാറിന് ഒരു നല്ല ക്ലൈമാക്സ് ആയിരുന്നുവെങ്കിൽ ഒരിക്കലും സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാവത്തില്ലായിരുന്നു. സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, മാർക്സിസം, ഫെമിനിസം, പോസ്റ്റ് കൊളോണിയലിസം, എക്കോ ക്രിറ്റിസിസം, ക്യോ തിയറി. ക്യോ തിയറി ആക്ച്വലി എന്താണെന്ന് ചോദിച്ചാൽ ഫെമിനിസം തിയറിയുടെ ബ്രാഞ്ച് ആണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ 9 യൂണിറ്റും പഠിച്ച് മിടുക്കന്മാരും മിടുക്കുകളും ഒക്കെ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇറ്റ്സ് ടൈം ഫോർ യുവർ റിസർച്ച്. യു ആർ എൻറ്ററിംഗ് ഇൻ ടു ദ യൂണിറ്റ് 10 റിസർച്ച് മെത്തേഡ്സ്. ഓക്കെ, റിസർച്ച് എങ്ങനെ ചെയ്യണം? MLA 8 പ്രോജക്ട് ചെയ്ത ഒരാളാണ് ഞാൻ. MLA 9 അപ്ഡേഷൻസ് വന്നപ്പോൾ കുറെ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അവിടെ കണ്ടു. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എങ്ങനെ റിസർച്ച് ചെയ്യണം, റിസർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് സൈറ്റുകള്, ഇംഗ്ലീഷ് ആപ്പുകള്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആൻഡ് സ്വാതി മിസ് റിസർച്ച് നിങ്ങളെ രസകരമായി തന്നെ അവതരിപ്പിക്കും. വലിയ സ്ട്രെയിൻ ഒന്നും ഇല്ലാതെ വേണ്ട വാല്യൂ പോയിന്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് ടീച്ചർ അത് പഠിപ്പിക്കുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് എന്തായാലും നമ്മുടെ യൂണിറ്റിന്റെ പേരുകളൊക്കെ കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ട്രിപ്പ് പോയാലോ? റെഡി ഫോർ എ ജേർണി? എനിക്ക് വോയിസ് ത്രൂ നിങ്ങളെ അതിലേക്ക് കൊണ്ടുവരാനേ പറ്റൂ കേട്ടോ. നിങ്ങളുടെ ഒരു ജോലിയാണ് ഇത് പഠിക്കുക, മനസ്സിലാക്കുക എന്നൊക്കെ ഉള്ളത്. വെൽക്കം ടു ഏജ് വൈസ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ശരിക്കും ഏജ് വൈസ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ ഒരു യാത്ര പോലെ. നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ വണ്ടി ഓൺ ആക്കി അല്ലെങ്കിൽ ഒരു വണ്ടി സ്റ്റാർട്ട് ആവുന്ന സമയത്ത് അതിനകത്ത് 1 2 പേരൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കാം. ബസ് ഫുള്ളായിട്ട് പോകുന്ന അല്ലെങ്കിൽ ഹൗസ് ഫുള്ളായിട്ട് പോകുന്ന ഒരു വണ്ടിയല്ല എന്റെ ഭാവനയിലുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് കൊണ്ടുവരുന്നത്. ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പിൽ നിന്ന് ആദ്യം 2 പേര് കയറുന്നു, പിന്നെ 3 4 പേര് കയറുന്നു, പിന്നെയും 2 3 പേര് കയറി അവസാനം വണ്ടി ഫുള്ളാവുന്നു. ഓക്കെ, അങ്ങനെ ഒരു ബസ് നിങ്ങളെ ഭാവനയിലേക്ക് കൊണ്ടുവരിക. വെൽക്കം ടു ഏജ് വൈസ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറയുമ്പോൾ 1 2 പേരെ നമ്മുടെ ബസ്സിലുള്ളൂ എന്ന് പറഞ്ഞാൽ 1 2 എഴുത്തുകാരേ ഉള്ളൂ. ദാറ്റ് മീൻസ് നമ്മുടെ കാഡ്മോനെയും സൈനി വൂൾഫിനെയും പോലെയുള്ള ആൾക്കാരൊക്കെയാണ് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിലുള്ളത്. അവർ എന്തിനെ ഫോക്കസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബൈബിളിനായിരുന്നു അവർ ഫോക്കസ് കൊടുത്തത്. ഓക്കെ, ബൈബിളിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു അവര് ചെയ്തിരുന്നത്. അപ്പൊ ഇതിങ്ങനല്ല, നമ്മള് ക്ലാസ് അടുത്ത ദിവസത്തെ ക്ലാസ് ആവുന്ന സമയത്ത് ഏജ് വൈസ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ആരംഭ ക്ലാസ് ഉണ്ട്. ഈ 10 യൂണിറ്റ് നിങ്ങൾ പഠിക്കുന്നത് ആ ഒരു ഏജ് വൈസ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ബേസിലായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് കാഡ്മോൻ, സൈനി വൂൾഫിനെ പോലെയുള്ള 1 2 റൈറ്റേഴ്സ് നമ്മുടെ ബസ്സിലുണ്ട്. നമ്മൾ വീണ്ടും വണ്ടി അല്ലെങ്കിൽ നമ്മുടെ ബസ് അടുത്ത സ്റ്റോപ്പിൽ നിർത്തി 2 3 പേരുടെ കയറി. മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മുടെ വണ്ടിയിലേക്ക് കയറിയ മറ്റ് 2 3 പേരിൽ പ്രഹൽബനാണ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡിലെ ചോസർ. ശരിയാണോ? ചോസർ ഉണ്ടോ? ചോസർ ഇല്ലാതെ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ മിഡിൽ ഇംഗ്ലീഷ് പീരീഡിലെ? ഇല്ല. കാരണം ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിൽ ആംഗ്ലോ സാക്സൺ ഡയലക്ട് ഒക്കെ ആയിട്ട് പോപ്പുലർ ആയിട്ട് നിന്നു. മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്ട്, ഈ ഡയലക്ട് ആയിരുന്നു ചോസർ ഉപയോഗിച്ചിരുന്നത്. ഗവറും ലാംഗ്ലൻഡും ചോസറും ഒക്കെ ആയിട്ട് ആ കൂട്ടുകാരെല്ലാരും കൂടെ ചേർന്ന് കുറെ കോൺട്രിബ്യൂഷൻസ് നടത്തി. കാൻഡംബറി ടെയിൽസ് പോലെയുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ബുക്ക് നമ്മുടെ ചോസർ നമുക്ക് ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. ലാംഗ്ലൻഡ്, പിയേഴ്സ് പ്ലോമാൻ പോലെയുള്ള ബുക്കുകൾ തന്നിട്ടുണ്ട്. കൺഫെഷാമാൻഡിസ് പോലെയുള്ള ബുക്കുകളുമായിട്ട് നമ്മുടെ സ്വന്തം ഗവറും കൂടെ ഉണ്ടായിരുന്നു. വണ്ടി വീണ്ടും മുന്നോട്ട് പോകുന്നു. 3ാമത്തെ സ്റ്റോപ്പിൽ നിന്ന് കയറുന്നത് കുറെ ആൾക്കാരാണ്. വണ്ടിക്കകത്ത് തിക്കും തിരക്കും ഒക്കെ ആയെന്ന് കൂട്ടിക്കോ. റെനൈസൻസ് പീരീഡില് ചോസറിന് ശേഷം നമ്മുടെ റെനൈസൻസ് ആവുന്ന സമയത്ത് നമ്മുടെ വില്യം ഷേക്സ്പിയർ, മിൽട്ടൺ, സ്പെൻസർ, പടയാളികളെല്ലാം കൂടെ വരുന്നു അല്ലെ. നമ്മുടെ എന്താണ് പറയാ, ഡോക്ടർ ജോൺസൺ. പിന്നെ റെനൈസൻസ് എന്ന് പറയുമ്പോൾ തന്നെ റെനൈസൻസ്, റീസ്റ്റോറേഷൻ, റീഫോർമേഷൻ, ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ശരിക്കും ഞാൻ എപ്പോഴും കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സമയത്ത് 10 ഏജുകളെ പറയാറുള്ളൂ. ഓക്കെ, ഈ ഓൾഡ് ഇംഗ്ലീഷ് മിഡിൽ ഇംഗ്ലീഷിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഇതിനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. റെനൈസൻസ്, റീഫോർമേഷൻ, റീസ്റ്റോറേഷൻ സ്പ്ലിറ്റ് ചെയ്യാം. പൊതുവെ 10 പേജിൽ പഠിച്ചു തീർക്കാവുന്നും 15 പേജിൽ പഠിച്ചു തീർക്കാവുന്നും പറഞ്ഞു കഴിഞ്ഞാൽ 10 പേജിൽ പഠിച്ചു തീർക്കുന്ന വഴി അറിയാനായിരിക്കും എല്ലാവർക്കും താല്പര്യം അല്ലെ. അത് നമ്മുടെയൊക്കെ പൊതുവായിട്ടുള്ള ഒരു സൈക്കോളജിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഏജിന്റെ എണ്ണം കൂട്ടുന്നില്ല. ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, റെനൈസൻസ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. റെനൈസൻസ് പീരീഡ് എന്ന് പറയുമ്പോൾ ക്യൂൻ എലിസബത്ത് അടക്കം ട്യൂഡർ ഡൈനാസ്റ്റി ഇംഗ്ലണ്ടിനെ വാണിരുന്ന കാലമാണ്, അടക്കി ഭരിച്ചിരുന്ന കാലമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യൂൻ എലിസബത്തിന്റെ നേതൃത്വത്തിൽ ഒരുപാട് നല്ല തിയേറ്ററുകൾ വരുന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ വരുന്നുണ്ട്. നിയോ ക്ലാസിക്കൽ ഏജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലാസിക്കൽ കാലഘട്ടം ഉണ്ടല്ലോ, പഴയ കാലം ഉണ്ടല്ലോ, ആ സമയത്ത് തന്നെ ഒരു റിനോവേഷൻ കൊടുക്കാണ്. ന്യൂ അതിനൊരു ന്യൂ ചേഞ്ചുമായിട്ട് നമ്മുടെ ഡ്രൈഡനും പോപ്പും ഒക്കെ വണ്ടിയിലേക്ക് കയറുന്നു. 5ാമത്തെ സ്റ്റോപ്പിൽ വണ്ടി നിർത്തുമ്പോൾ മുഴുവൻ പച്ചിപ്പും ഹരിതാപവും ഒക്കെയാണ്. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മൂവിയിലെ ദിലീപിന്റെ ഈ പറക്കും തളിക, മറ്റേ ബസ് അലങ്കരിച്ചുകൊണ്ട് വരുന്നേ,
ഡു യു റിമെമ്പർ എ സീൻ ഇൻ വിച്ച് ഒരു വെഡിങ് സീനില് ഇവരുടെ ബസ്സിനൊരു ബുക്കിംഗ് കിട്ടുന്നു. ആ സമയത്ത് ഈ വണ്ടിയായിട്ട് ഇവര് പോകുന്നൊരു പോക്കുണ്ടല്ലേ, ഒരു കാടിളകി വരുന്നത് പോലെ നമ്മുടെ വണ്ടി ഇങ്ങനെ ബസ് ഇങ്ങനെ കാടിളകി ഒരു ഒരു കല്യാണത്തിൽ ഒരു ഗ്രൂമിന്റെ വീട്ടിലേക്ക് ആ വണ്ടി വരുന്നു. ആ സമയത്ത് ഗ്രൂമിന്റെ ഗ്രൂമിന്റെ അച്ഛൻ പുറത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് എന്താ ഇതെന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. ആ സമയത്ത് പറയുന്നുണ്ട് വണ്ടർഫുൾ ആയിട്ടില്ലേന്ന്. അതേ അവസ്ഥയാണ് ഇപ്പൊ 5ാമത്തെ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയപ്പം. ഓക്കെ, അതിനകത്തോട്ട് നമ്മുടെ വില്യം വേൾസ്വർത്തും കോളറിഡ്ജും ചാൾസ് ലാമ്പിന്റെ സഹോദരി മേരി ലാമ്പും എല്ലാം കൂടെ കയറുന്നുണ്ട്. അവര് നേച്ചറിന്റെ ആൾക്കാരാണ്, നേച്ചർ വിട്ടൊരു കളിയേ ഇല്ല. അതാ ഞാൻ പറക്കും തളിക സിനിമ പറഞ്ഞത്. അതിനകത്തിൽ ആ വണ്ടിയുടെ ചെറിയ ചെറിയ ഹോളുകളൊക്കെ ചെറിയ ചെറിയ പുല്ലുകളും ചെറിയ ചെറിയ പൂക്കളും വെച്ച് അടയ്ക്കാൻ പറയുമ്പോൾ വണ്ടി മുഴുവനായിട്ട് കാട് പിടിപ്പിച്ചുകൊണ്ട് വരും അല്ലെ. ആ അവസ്ഥയിലാണ് ഇപ്പൊ റൊമാൻറ്റിക് പീരീഡിലെ വണ്ടി ഉള്ളത് എന്ന് പറഞ്ഞാൽ ബാക്ക് ടു നേച്ചർ, വേറൊന്നുമില്ല. സിംപ്ലിസിറ്റിയും നേച്ചറും മാത്രമേ ഉള്ളൂ അവർക്ക് കൈമുതലായിട്ട്. അടുത്തത് വിക്ടോറിയൻ കാലഘട്ടമാണ്. ക്യൂൻ വിക്ടോറിയ. ഓക്കെ, എലിസബത്തിന് ശേഷമുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. ദ സൺ നെവർ സെറ്റ്സ് ഇൻ ദ ബ്രിട്ടീഷ് എംപയർ എന്ന് പറഞ്ഞിട്ട് വന്നു അല്ലെ. അതായത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ റാണിയാണ് ഞാൻ എന്ന് ക്യൂൻ വിക്ടോറിയ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഗ്രേറ്റ് എക്സിബിഷൻ അടക്കമുള്ള കാഴ്ചകളുമായിട്ട് വിക്ടോറിയൻ പീരീഡ് പോകുന്നു. ആ സമയത്ത് നമുക്ക് തോമസ് ഹാഡിയെ പോലെയുള്ള റൈറ്റേഴ്സ് ഉണ്ട്. വെസെക്സ് എന്ന് പറയുന്ന പ്ലേസ് ഒക്കെ പോപ്പുലറൈസ് ചെയ്ത തോമസ് ഹാഡിയെ പോലെയുള്ള ആൾക്കാരുണ്ട്. ഈ വിക്ടോറിയയുടെ മകനാണ് എഡ്വേർഡ് 7ാമൻ. ഓക്കെ, എഡ്വേർഡ് 7th. അദ്ദേഹം ഭരിച്ചിരുന്ന സമയമാണ് ശരിക്കും എഡ്വേർഡിയൻ പീരീഡ്. കുറച്ച് റൈറ്റേഴ്സ് ഒക്കെ ആ സമയത്തും ഉണ്ട്. ജോർജിയൻ പീരീഡ്, ജോർജ് 5ാമന്റെ കാലഘട്ടമാണ്. ഓക്കെ, ആ ഒരു പീരീഡിന് ജോർജിന്റെ പേര് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ചില റൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ വിക്ടോറിയനിലും എഡ്വേർഡിയനിലും ജോർജിയനിലും ഉണ്ടാവും. അതെന്താ? ഇല്ല, സിനിമയിൽ പറഞ്ഞ പോലെ അവരൊക്കെ കുമ്പിടികളായതുകൊണ്ടൊന്നും അല്ല കേട്ടോ. ഓക്കെ, നമ്മുടെ ഏത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഏത് സാഹിത്യത്തിനെയും നമുക്ക് മലയാളത്തിലോ ഏതെങ്കിലും ലാംഗ്വേജിലുള്ള സിനിമകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ലിറ്ററേച്ചർ ആൻഡ് മൂവീസ് ആർ ക്ലോസ്ലി കണക്റ്റഡ്. നമ്മൾ പഠിക്കുന്ന ഏതെങ്കിലും നോവലിന് ഏതെങ്കിലും സിനിമയായിട്ട് ബന്ധം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഗലിവേഴ്സ് ട്രാവൽസ് ഇല്ലേ, അതിനകത്തിൽ ലില്ലിപുട്ടില്ലേ, കുട്ടി മനുഷ്യരുടെ സ്ഥലം ഓർക്കുന്നുണ്ടോ? പഴയ നമ്മുടെ സൈക്കിളിലെ ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഓർക്കുന്നുണ്ടാവും. അവരോട് ഞാനൊന്നത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ. നമ്മുടെ അത്ഭുത ദ്വീപ് സിനിമ ഓർക്കുന്നുണ്ടോ? ഗിന്നസ് പക്രു ഒക്കെ അഭിനയിച്ച ജഗതിയൊക്കെയുള്ള. ഈ ലില്ലിപുട്ടിനെ ആ അത്ഭുത ദ്വീപുമായിട്ടൊന്ന് കണക്ട് ചെയ്തേ. ഇതിനകത്തും കുട്ടി മനുഷ്യരുണ്ട്, അതിനകത്തും കുട്ടി മനുഷ്യരുണ്ട് അല്ലെ. ഇവിടെ നമ്മുടെ ഗലിവറിനെ അവര് പറ്റുന്ന രീതിയിൽ ത്രെഡും ടോയിനും ഒക്കെ വെച്ച് കെട്ടിയിടാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ ആ സിനിമയിൽ അവരെ ആക്രമിക്കാൻ വന്നതാണെന്ന് കരുതി നീളമുള്ള പുരുഷന്മാരെയൊക്കെ കാണുന്ന സമയത്ത് അവർ പറ്റുന്ന രീതിയിൽ അമ്പ ഇതൊക്കെ ഇടുന്നുണ്ട് ആ സിനിമയ്ക്കകത്ത്. ഓക്കെ, എന്ന് പറയുന്ന പോലെ. അപ്പൊ എഡ്വേർഡിയൻ പീരീഡിന് ശേഷം ജോർജിയൻ. ഇനി ഇത് കഴിഞ്ഞു വരുന്നത് മോഡേൺ കാലഘട്ടമാണ്. ടി.എസ്. എലിയറ്റും വിർജീനിയ വുൾഫും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് തിയറികൾ ഉണ്ടായിരുന്നു. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ടൈമാണ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് മെത്തേഡ് ഒക്കെ പോപ്പുലറൈസ് ചെയ്യപ്പെട്ട സമയമാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പോസ്റ്റ് മോഡേൺ എന്ന് പറഞ്ഞൊരു പീരീഡ് ഉണ്ട്. ഓക്കെ, ഒരുപാട് തിയറികളുണ്ട്. ഫ്രഞ്ചിൽ നിന്നൊക്കെ ഒരുപാട് നല്ല തിയറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജാക്കസ് ഡെറിയുടെയും ഒക്കെയുള്ള ഒരു സമയമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് 10 ഏജുകൾ. പറഞ്ഞപ്പോ 10 മിനിറ്റിൽ അല്ലെ 5 മിനിറ്റിൽ തീർന്നു. എങ്ങനെയുണ്ട്? ഈ 10 ഏജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഏജിൽ പഠിക്കുന്നതിലൂടെ ഓരോ റൈറ്ററും ഏത് കാലഘട്ടത്തിൽ വരുന്നു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലാ റൈറ്റേഴ്സിനെയും എല്ലാ വർക്കും എല്ലാ ഇയറും ഒന്നും പഠിച്ചിട്ട് നെറ്റ് പരീക്ഷയ്ക്ക് പോകാൻ പറ്റില്ല. ഇറ്റ്സ് എ പ്രാക്ടിക്കൽ തിങ്. റിയാലിറ്റി അതുപോലെ ഷെയർ ചെയ്യണമല്ലോ. എല്ലാ വർക്കും പഠിപ്പിക്കാം, എല്ലാ ഇയറും പഠിപ്പിക്കാം എന്നൊന്നും അങ്ങനെയല്ല പറയുന്നത്. ശരിക്കും നമുക്ക് വാല്യൂ ആയിട്ടുള്ള കുറച്ച് ഇയേഴ്സും വാല്യൂ ആയിട്ടുള്ള കുറച്ച് വർക്കുകളും ഉണ്ട്. അത് ഒരു കാരണവശാലും നമ്മൾ മിസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ഈ 10 ഏജുകൾ പഠിക്കുന്നതിലൂടെ 10 ഏജില് എവിടെങ്കിലും ഒരു പോയിന്റിലൊക്കെ റൈറ്റർ വരുന്നുണ്ടാവും, ഏതെങ്കിലും ഒക്കെ റൈറ്റേഴ്സ് വരുന്നുണ്ടാവും. അപ്പൊ അവരുടെ ബുക്കൊക്കെ ചോദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ആ റൈറ്റർ ഇമ്പോർട്ടന്റ് ആയത്, അല്ലെങ്കിൽ ആ റൈറ്റർ ഇന്ന ബുക്ക് എഴുതിയത് ഏത് കാലഘട്ടത്തിലാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, റെഡിയാണോ? അപ്പൊ ഇതാണ് 10 ഏജുകൾ. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു 6 യൂണിറ്റിന്റെ എന്ത് പഠിക്കണം എന്നാണ് ഷെയർ ചെയ്യുന്നത്. അതിനുശേഷം ഒരു 4 യൂണിറ്റുകൾ നമ്മുടെ സ്വാതി ടീച്ചർ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഞാനും എല്ലാവരും നമ്മുടെ ഫുൾ ടീം ഇവിടെ ഉണ്ടായിരിക്കും. നിങ്ങളും ത്രൂ ഔട്ട് 1 hour നമ്മുടെ കൂടെ വേണം. ഓക്കെ, സോ എന്നാലേ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പൊ യൂണിറ്റ് 1 ഡ്രാമയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതെ, ചിരിച്ചോണ്ടും കരഞ്ഞോണ്ടും ഇരിക്കുന്ന 2 മാസ്കുകൾ നമുക്ക് കാണാം. എന്ന് പറയുമ്പോൾ ഡ്രാമയിൽ കുറെ മാസ്കും പെർഫോമൻസും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ദേ നോക്കിക്കേ, മിഡീവൽ ടൂഡർ പീരീഡ് ഒക്കെ ഉണ്ട്. ഞാൻ ഒരുപാട് പറയുന്നില്ല എങ്കിൽ പോലും നമ്മുടെ മൊറാലിറ്റി, മിസ്റ്ററി, മിറാക്കിൾ പ്ലേസ് ഒക്കെ ഉണ്ട്. എവറിമാൻ പോലെയുള്ള മൊറാലിറ്റി പ്ലേസ്
പ്ലേസ് ഒക്കെയാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. ഇനിയും എലിസബത്തിയൻ പീരീഡിലാണ് ഡ്രാമ ഏറ്റവും പോപ്പുലർ ആയത്. അതുകൊണ്ട് തന്നെ ട്രാജഡീസ്, കോമഡീസ്, ഹിസ്റ്ററി പ്ലേസ് ഒക്കെ വില്യം ഷേക്സ്പിയർ ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി വിറ്റുകൾ ആരാണ്? യൂണിവേഴ്സിറ്റി വിറ്റുകളുടെ പേരൊക്കെ നമ്മൾ കോഡിലൂടെ പഠിക്കുന്നത് കേട്ടോ. നിങ്ങളൊക്കെ ഇനി ഉറക്കത്തിൽ എഴുന്നേറ്റും യൂണിവേഴ്സിറ്റി വിറ്റിന്റെ പേര് പറയും എന്ന് പറയുന്ന പോലെ കോഡ് ഉണ്ടാക്കിയായിരിക്കും നമ്മളത് പഠിക്കുന്നത്. റെഡിയാണോ? കോഡ് ഉണ്ടാക്കി പഠിക്കും എന്ന് പറഞ്ഞാൽ അല്ലറ ചില്ലറ സൂത്രപ്പണികളൊക്കെ വെച്ച് നമ്മളൊരു കോഡ് ഉണ്ടാക്കും. പിന്നെ നമ്മൾ ഇവരുടെയൊക്കെ പേരാ സെക്കൻഡ് നെയിം യൂസ് ചെയ്ത് നമ്മൾ കോഡ് ഉണ്ടാക്കും. ആ കോഡായിരിക്കും നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ അത് എഴുതി വെക്കും മലയാളത്തിൽ. റീസ്റ്റോറേഷൻ ആൻഡ് 18th സെഞ്ചുറി ഡ്രാമ, കോമഡി ഓഫ് മാനേഴ്സ് ഒക്കെ വന്ന സമയമാണ്. വിക്ടോറിയൻ മോഡേൺ ഡ്രാമയും പോപ്പുലർ ആണ്. പിന്നെ നമുക്ക് ക്രിസ്റ്റഫർ മാർലോടെ, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം വില്യം ഷേക്സ്പിയർ 38-39 പ്രഗത്ഭമായ നാടകങ്ങൾ ചെയ്ത ആളാണ്. ബെൻ ജോൺസന്റേത്, ജോൺ വെബ്സ്റ്ററിന്റേത്, വില്യം കോൺഗ്രീവ്, സ്മിത്ത് എന്ന് പറയുമ്പോൾ ഒലിവർ ഗോൾഡ് സ്മിത്ത് ആണ്. ജി ബി ഷോയുടെ ആംസ് ആൻഡ് ദി മാൻ, പിഗ്മാലിയോൺ ഒക്കെ വളരെ സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള നാടകങ്ങളാണ് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ, അബ്സോർഡിസം ഒക്കെ മിക്സ് ചെയ്തതാണ് നമ്മുടെ ജോൺ ഒസ്ബോണിന്റെ വർക്കുകൾ. ഒപ്പം തന്നെ ഹെറോൾഡ് പിന്ററിന്റെ ഒക്കെ വർക്കുകൾ പഠിക്കുന്നുണ്ട്. പിന്നെ അരിസ്റ്റോട്ടില്, അബ്സോർഡിസം, എപ്പിക് തിയേറ്റർ, സ്ട്രക്ചർ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്രാമയിലാണ് നോക്കി പോകുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് മൊത്തം ഒന്നും പറഞ്ഞില്ല, ഞാൻ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഡ്രാമയിൽ അരിസ്റ്റോട്ടിൽ കൊണ്ടുവന്ന കെതാർസിസ്, ഹമേർഷ്യ, മെമസിസ്, പെരിപേച്ചിയ, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ഡ്രാമ വണ്ടർഫുൾ ആയിട്ട് നമ്മളങ്ങ് തീർക്കും. പിന്നെ ബ്രിട്ടീഷ് ഡ്രാമ മാത്രം പഠിച്ചാൽ നെറ്റ് കിട്ടില്ല കൂട്ടുകാരെ, ഇപ്പോഴേ പറയാലോ. അതിനകത്ത് തന്നെ നമ്മൾ ഇന്ത്യൻ ഡ്രാമ പഠിക്കണം, പോസ്റ്റ് കൊളോണിയൽ പഠിക്കണം, കാനേഡിയൻ പഠിക്കണം, ഓസ്ട്രേലിയൻ പഠിക്കണം. ഇത് മൊത്തം എടുത്ത് പഠിപ്പിക്കാൻ പോകണോ വിസയെന്ന് ചോദിച്ചാൽ അതുമല്ല. ഇതിനകത്ത് ഇന്ന് വേണ്ട ഡ്രാമാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിപ്പ് അടിച്ചു പോകാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ നെറ്റിനകത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഏതാന്ന് മനസ്സിലാക്കാത്തതായിരിക്കാം ഇതിനു മുമ്പ് സൈക്കിൾസ് അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടാതിരിക്കാനുള്ള റീസൺ. കാരണം നമ്മൾ ഇങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരുടെ പുറകെ പോകുന്നു. പക്ഷെ നെറ്റിന്റെ ഒരു ട്രെൻഡിൽ പോപ്പുലറിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് അവർ ആ ക്വസ്റ്റ്യന്റെ ആംഗിൾസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കിയായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഇനി രണ്ടാമത്തെ യൂണിറ്റ് ഞാൻ തന്നെ എടുക്കുന്നത്, എന്നെ തന്നെ രണ്ടാം യൂണിറ്റിൽ നിങ്ങൾ സഫർ ചെയ്യണം. അപ്പൊ രണ്ടാം യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പോയിട്രി ആണ്. ഓക്കെ, പോയിട്രി ഭയങ്കര അടിപൊളിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഷേക്സ്പിയറിന്റെ 154 സോണറ്റ് പ്രിന്റ് എടുത്ത് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നതല്ല. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പോയിട്രി ആണല്ലോ ശരിക്കും ലിറ്ററേച്ചറിന്റെ മദർ എന്ന് അറിയപ്പെടുന്നത്. ഓൾഡ് മിഡിൽ ഇംഗ്ലീഷ് കാലഘട്ടത്തിലെ ആരാണ് എഴുതിയതെന്ന് പോലും അറിയാത്ത ബിയോവുൾഫ് എന്ന കവിത. ബിയോവുൾഫ് എന്ന് പറയുന്ന കവിത എഴുതിയ ആളിന്റെ പേര് കണ്ടുപിടിച്ചു കൊടുക്കാമെങ്കിൽ എന്താണ് റിവാർഡ് ചെയ്യാന്ന് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരിക്കലും വലിയ ബുദ്ധിമുട്ടാണ്. അന്നത്തെ കാലത്തെ റൈറ്റേഴ്സ് ഒന്നും റിവാർഡ് പ്രതീക്ഷിച്ചല്ല റൈറ്റിംഗിൽ വന്നത്. പിന്നെ നമ്മുടെ കാൻഡംബറി ടെയിൽസ് ഉണ്ട്. പിന്നെ റെനൈസൻസ് കാലഘട്ടം, നിയോ ക്ലാസിക്കൽ, റൊമാൻറ്റിസിസം, ഇങ്ങനെ നമ്മൾ പോകുന്നുണ്ട്. കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, നമ്മുടെ ക്ലാസ്സിൽ തന്നെ പറയാം. വിക്ടോറിയൻ മോഡേൺ പീരീഡിലൊക്കെയുള്ള വേസ്ലൻഡ് പോലെയുള്ള 1922 വേസ്ലൻഡ് പോലെയുള്ള കവിതകൾ. പിന്നെ പിങ്ക് പോയിറ്റ് ഗ്രൂപ്പിൽ വരുന്ന നമ്മുടെ ഓഡൻ ആൻഡ് ഗ്യാങ്ങിനെയൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ വീണ്ടും നമ്മൾ പോയറ്റിക് ഡിവൈസസ്, ക്രിട്ടിക്കൽ കോൺസെപ്റ്റ്സ് എന്നുള്ള രീതിയിൽ യാത്ര തുടരും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ എത്തിപ്പെടുന്നത് മൂന്നാമത്തെ യൂണിറ്റിലാണ്. ഫിക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കെട്ടുകഥകൾ. വളരെ രസകരമായ കുറെ കെട്ടുകഥകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ശരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ കൂട്ടുകാർ ഒരുപാടുള്ള ആൾക്കാരെന്ന് പറയുന്നത് നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരായിരിക്കും. നല്ല സ്റ്റോറി ടെല്ലേഴ്സിന് ഒരുപാട് കൂട്ടുകാരുണ്ടാവും. ഓക്കെ, ചെറിയൊരു കാര്യമാണെങ്കിലും അവരുടേതായിട്ടുള്ള പൊടുപ്പും തൊങ്ങലും ഒക്കെ ചേർത്ത് അവരതിങ്ങനെ പറഞ്ഞ് വിവരിപ്പിച്ച് നമ്മളിങ്ങനെ തടിക്ക് കൈയൊക്കെ കൊടുത്ത് അവരെന്താ പറയുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫിക്ഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് റൈസ് ഓഫ് നോവലിന് ഇത്രയും പോപ്പുലാരിറ്റി കിട്ടാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ ക്ലാസ് വന്നതാണ് കേട്ടോ. മിഡിൽ ക്ലാസ്സിൽ തന്നെ വിമന് എഡ്യൂക്കേഷൻ കൊടുത്ത സമയത്ത് അവർക്ക് പ്രത്യേകിച്ച് ഓവർ ഡ്യൂട്ടീസ് ഒന്നുമില്ല. വീട്ടിലെ ഹൗസ് ഹോൾഡ് കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫ്രീ ആണ്. ആ സമയങ്ങളിൽ അവർ നോവൽ വായിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ നോവലിന് നമുക്ക് ഒരുപാട് ഓഡിയൻസിനെ കിട്ടി. നോവല് വിക്ടോറിയനിൽ എങ്ങനെയാണ്? വിക്ടോറിയൻ കാലഘട്ടത്താണ് നോവൽ ഏറ്റവും പോപ്പുലർ ആയത്. പിന്നെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്, മോഡേണിസം, പോസ്റ്റ് മോഡേണിസം, നറേറ്റീവ് ടെക്നിക്കുകൾ, തീമാറ്റിക് മൂവ്മെന്റുകളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആന്റോൺ ചെക്കോവിന്റെയും ഒക്കെ പ്രഗത്ഭമായ ഷോർട്ട് സ്റ്റോറീസ് പഠിക്കാനുണ്ട്. അലൻ പോന്റേത്, ഓക്കെ, കാത്രീൻ മാൻസ്ഫീൽഡിന്റേത്, ഓ ഹെൻറിയുടേത്. ഓക്കെ, ഇങ്ങനെ പോവും. ഇന്ത്യൻ ആൻഡ് ഗ്ലോബൽ ടെക്സ്റ്റുകളൊക്കെ നമ്മൾ നോക്കിയാ വരുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ഞാൻ പറയാണ് കേട്ടോ, വീണ്ടും
അതായത് നമ്മൾ ഈ ബ്രിട്ടീഷ് ഡ്രാമ, ബ്രിട്ടീഷ് പോയട്രി, ബ്രിട്ടീഷ് ഫിക്ഷൻ മാത്രമല്ല പഠിക്കുന്നത്, അതിനകത്ത് തന്നെ ഇന്ത്യൻ പോയട്രി, ഇന്ത്യൻ ഡ്രാമ, ഇന്ത്യൻ ഫിക്ഷൻ പഠിക്കണം, ഓസ്ട്രേലിയൻ, കനേഡിയൻ, പോസ്റ്റ് കൊളോണിയൽ. ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ഏത് ജോണർ പഠിച്ചാലും പോസ്റ്റ് കൊളോണിയൽ ഉറപ്പിച്ചു പഠിച്ചോണം. കാരണം കൊളോണിയലിസം ടൈം പീരീഡിൽ അവർ ഫേസ് ചെയ്തിട്ടുള്ള ട്രബിൾസും കാര്യങ്ങളും ഒക്കെ അവിടെയാണ് നമ്മളോട് ഷെയർ ചെയ്യുന്നത്. ദേ നോക്കിക്കേ, നോൺ ഫിക്ഷൻ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റിയാലിറ്റി. അപ്പൊ നമുക്ക് ഇനി കുറച്ച് കെട്ടുകഥകളിൽ നിന്ന് ശരിക്കുള്ള ജീവിതത്തിലേക്ക് പോവാം. ഓക്കെ, ഫ്രാൻസിസ് ബേക്കന്റെ കുറെ നല്ല എസ്സേസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ അഫോറിസ്റ്റിക് സ്റ്റൈലിൽ എഴുതിയ എസ്സേസ് പഠിക്കുന്നുണ്ട്. ഓഫ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ എല്ലാ എസ്സേസും തുടങ്ങിയിട്ടുള്ളത്. സ്റ്റഡീസ് ഓഫ് ട്രൂത്ത്, റിവെഞ്ച്, അങ്ങനെ. ചാൾസ് ലോംബിന്റെ ഈലിയ എന്ന പെൺനെയിം ഉള്ള ആളാണ് ചാൾസ് ലാംബ്. ഫേമസ് എസ്സേസ് പഠിക്കാനുണ്ട്. അഡീസണും സ്റ്റീലും ഒക്കെ ചേർന്ന് പോപ്പുലറൈസ് ചെയ്ത പീരിയോഡിക്കൽസ് ഒക്കെ നമ്മൾ നോക്കും. സ്പെക്ടേറ്റർ, ടാറ്റ്ലർ, റെനൈസൻസ്, നിയോ ക്ലാസിക്കൽ, റൊമാൻറ്റിക്സ്, 20th സെഞ്ചുറിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മുടെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓതർഷിപ്പ് എന്ന് പറഞ്ഞാൽ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ഓഥേഴ്സിലേക്ക് നമ്മൾ ഇങ്ങനെ എത്തും. ഓക്കെ, അങ്ങനെ ഇനി യൂണിറ്റ് 7 എത്തുമ്പോൾ കുറച്ച് ആൾക്കാർ ഡാൻസ് ഒക്കെ കളിക്കുന്നു അല്ലെ. ദാറ്റ് മീൻസ് യൂണിറ്റ് 7 ഈസ് കൾച്ചറൽ സ്റ്റഡീസ്. ഓക്കെ, ഓരോരുത്തരുടെയും കൾച്ചർ വ്യത്യസ്തമാണ്, ശരിയല്ലേ? ഓരോരുത്തരുടെയും കൾച്ചർ വ്യത്യസ്തമാണ്. എന്റെ കൾച്ചറും നിങ്ങളുടെ കൾച്ചറും ഡിഫറെന്റ് ആയിരിക്കും. അതിനൊക്കെ പല 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 കാരണങ്ങളുണ്ട്. അപ്പൊ കൾച്ചർ, ഞാൻ പറഞ്ഞതുപോലെ ഏത് വാക്കിൽ നിന്ന്, ഏത് ഭാഷയിൽ നിന്ന് കൾച്ചർ എന്ന വാക്ക് വന്നെന്നാ പറഞ്ഞത്? ഈ ക്ലാസ് ശ്രദ്ധിച്ചോന്നൊന്ന് നോക്കട്ടെ. ഏത് ഭാഷയെന്നാ? വെരി ഗുഡ് ഗായത്രി, നമിത, യെസ്, ഹിമ, ശ്രീവാത്തി. ഇറ്റ്സ് ലാറ്റിൻ അല്ലെ. കൾച്ചൂറ എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് കൾച്ചർ എന്ന് പറയുന്ന വാക്ക് വന്നത്. താങ്ക്സ് അലോട്ട്, റിപ്ലൈ ചെയ്തല്ലോ, അത്രയും കിട്ടിയല്ലോ. ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ഇമ്പോർട്ടന്റ് ഐഡിയ, അത്രയായാലും മതി, പഠിക്കണം. ഇനി നമ്മുടെ ബ്രിമിംഗ്ഹാം സ്കൂൾ നമുക്ക് നോക്കാനുണ്ട്. മാർക്സിസം, ഹെജിമോണി ഒക്കെ ഞാൻ കാര്യമായിട്ട് പഠിപ്പിച്ചോളാം, അതിനകത്തൊന്നും പ്രശ്നമില്ല. നമുക്ക് ഈസി ആയിട്ട് കൾച്ചറൽ സ്റ്റഡീസ് പഠിക്കാം. സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം ഐഡിയാസ് ഒക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. പോപ്പുലർ ആൻഡ് കൺസ്യൂമർ കൾച്ചർ, പോസ്റ്റ് കൊളോണിയൽ തിയറിയിലെത്തി നമ്മൾ നിൽക്കും. നമ്മുടെ ഗായത്രി ചക്രവർത്തി സ്പിവോക്കിന്റെ ക്യാൻ ദ സബാൾട്ടൻ സ്പീക്ക്. സബാൾട്ടൻ എന്ന് പറയുന്ന വാക്ക് വന്നത് ആർമിയിൽ നിന്നാട്ടോ. ആർമി ഫീൽഡില് ശരിക്കും പറഞ്ഞാൽ ഈ സബാൾട്ടൻ എന്ന് പറയുന്ന പ്രയോഗം ഉണ്ടായിരുന്നു. ലൈക്ക് അവരിങ്ങനെയാ പറയാ, ലോവർ റാങ്ക് ഓഫീസേഴ്സിനെ അവർ സബാൾട്ടൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പം സംസാരിക്കാൻ പറ്റാത്തവരുടെ ശബ്ദമാകാനാണ് സ്പിവോക്ക് ഇവിടെ ശ്രമിക്കുന്നത്. പിന്നെ ഓറിയന്റലിസം എന്ന് പറയുന്ന സെയ്ദിന്റെ എസ്സേ നമ്മൾ നോക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ആയിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ലിറ്ററി തിയറി പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് ആണ്. ഓക്കെ, നമ്മുടെ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം വന്ന കുറച്ച് തിയറികളൊക്കെ പഠിക്കുന്നുണ്ട്. കൊണ്ടുവന്ന തിയറിസ്റ്റുകൾ സഷൂറിനെ പഠിക്കണം. പിന്നെ നമ്മുടെ റൊളാൻഡ് ബാർട്സിന്റെ ഡെത്ത് ഓഫ് ദ ഓതർ, ഇറ്റ്സ് ആക്ച്വലി ദ ബർത്ത് ഓഫ് ദ റീഡർ. അതാണ് ഡെത്ത് ഓഫ് ദ ഓതർ ഉദ്ദേശിക്കുന്നത് അല്ലെ. ഓതർ സൈലന്റ് ആവുന്നിടത്ത് റീഡർ കൂടുതലായിട്ട് ആക്റ്റീവ് ആകുന്നു എന്നാണ് പറയുന്നത്. ഡെറീഡയുടെ തിയറീസ് ഉണ്ട്, സിഗ്മണ്ട് ഫ്രൂയിഡിന്റെത്, കാൾ ജങ്ങിന്റെത്, പിന്നെ നമ്മുടെ ലക്കാന്റെ മിറർ സ്റ്റേജ് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഫ്രൂയിഡിന്റെ ഇത് ഈഗോ, സൂപ്പർ ഈഗോ, അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ കാൾ മാക്സിനെയും ഗ്രാംജിയും ഒക്കെ കവർ ചെയ്ത് എന്ന് പറയുമ്പോൾ അവര് നമ്മളോട് മാർക്സിസത്തെ കുറിച്ചാണ് പറയുന്നത്. സൈമൺ ഡി ബീവറിന്റെ ഒക്കെ ഐഡിയാസ് നോക്കി, നമ്മുടെ ജാനോ ക്രിറ്റിക്സ് എന്ന് പറയുമ്പോൾ എലൈൻ ഷോൾട്ടറിന്റെ ഒക്കെ ഐഡിയാസ് നോക്കി നമ്മൾ ഇങ്ങനെ എത്തും. ആൻഡ് ഓൾസോ നമ്മൾ സെയ്ദിന്റെ ഓറിയന്റലിസം കോൺസെപ്റ്റ്സ് ഒക്കെ തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഗായത്രി ചക്രവർത്തി സ്പിവോക്കിന്റെ എസ്സേ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇങ്ങനെയായിരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇനി ഞാൻ രണ്ട് ക്വസ്റ്റ്യൻസ്, ഒരുപാടൊന്നുമില്ല, 2 ക്വസ്റ്റ്യൻസ് ഓക്കെ നിങ്ങളുടെ അടുത്തേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ 1/2 മണിക്കൂർ പോയത് നിങ്ങൾക്ക് ഫീൽ ചെയ്തോന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് വലുതായിട്ട് ഫീൽ ചെയ്തില്ല, പെട്ടെന്ന് സമയം പോയ പോലെ എനിക്ക് തോന്നി. അപ്പൊ ശരിക്കും ഇതിപ്പം ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയോണ്ടാ. കുറെ കഥകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. മാക്സിമം ക്ലാസ്സുകളിൽ നമ്മൾ ഇങ്ങനെ പോകാനാ ആഗ്രഹിക്കുന്നത്, വിചാരിക്കുന്നത്. അല്ലാതെ ഡ്രൈ ലെക്ചർ സിസ്റ്റം ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. സോ അതുകൊണ്ട് എന്നാലും കുറച്ചും കൂടെ കോൺസെപ്റ്റ്സിനോട് അടുക്കുന്ന സമയത്ത് ചില കട്ടിയുള്ള കോൺസെപ്റ്റ് ഒക്കെ എത്ര നിസ്സാരവൽക്കരിച്ചാലും പഠിച്ചു എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് വിയർക്കും, നമ്മളൊന്ന് ക്ഷീണിക്കും, കോൺസെപ്റ്റ് തലയിലേക്ക് കയറുന്നതിന്റെ അല്ലെ. അപ്പം അതുകൊണ്ട് 1/2 മണിക്കൂറൊന്നും ഇത്രയും അങ്ങോട്ട് ഈസി നോട്ടിൽ ചിലപ്പോൾ നിങ്ങൾ പോകത്തില്ല. കാരണം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എത്തുമ്പോൾ അയ്യോ കുഴഞ്ഞു എന്നുള്ള അവസ്ഥയാവും. അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് വേറെ ആപ്പ് ഒക്കെ എടുത്തൊന്ന് റിഫ്രഷ് ആവാൻ, അല്ലെ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനുള്ള ഒരു പ്രവണത വരും. അതിൽ നിന്ന് നിങ്ങളെ ഇങ്ങനെ തിരിച്ചു പിടിക്കാനായിട്ട് ആ സമയത്ത് നമ്മൾ നല്ല ചോദ്യങ്ങൾ തരാം കേട്ടോ. ആ ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, സോ ഡു യു ഗെറ്റ് എൻ ഐഡിയ അബൌട്ട് 10 യൂണിറ്റ്സ്? 10 യൂണിറ്റ്സിൽ 6 യൂണിറ്റ് ഞാൻ നിങ്ങളെ അവതരിപ്പിച്ചുള്ളൂ. ഒരു 4 യൂണിറ്റും കൂടെ കേൾക്കാനുണ്ട്. ടീച്ചർ പറയുന്ന ഒരു 4 യൂണിറ്റ്സും കൂടെ വരുന്നുണ്ട്. ആൻഡ് ഏജ് വൈസ് ലിറ്ററേച്ചർ കുറച്ച് നിങ്ങളെ ഗ്രാസ്പ് ചെയ്യാൻ സഹായിച്ചു എന്ന്. തുടങ്ങിയിട്ടില്ല, നമ്മൾ ഏജ് വൈസ് പഠിക്കും.
അടുത്ത ദിവസം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ആ സമയത്ത് കുറച്ചും കൂടെ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് മാറും എന്ന് വിചാരിക്കുന്നു. അതിൽ നമുക്ക് ചോദ്യങ്ങൾ ഒരു 2 എണ്ണം നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ചോദ്യം വായിക്കണേ, വായിച്ചേ ഉത്തരം എഴുതാവും. ഞാൻ ചോദ്യം വായിക്കുന്നുണ്ടാവും, അതുപോരാ നിങ്ങളും വായിക്കണം. പിന്നെ ഒത്തിരി സമയം എടുക്കരുത് ചോദ്യത്തിന് ആൻസർ ചെയ്യാനായിട്ട്. വിച്ച് ഓഫ് ദീസ് ആർ ജനറലി ടേക്കൺ ടു ബി ട്രൂ ഓഫ് കൾച്ചറൽ സ്റ്റഡീസ്? 7ാമത്തെ യൂണിറ്റിൽ നിന്ന് കണ്ട ഒരു PYQ ആണിത് കേട്ടോ. കൾച്ചറൽ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് ട്രൂ ആയിട്ടുള്ള ഒരു ഐഡിയ. ഇറ്റ്സ് പൊളിറ്റിക്കലി എൻഗേജ്ഡ്, ഇറ്റ് പ്രിവിലേജസ് ടെക്സ്റ്റ് ഓവർ കോണ്ടെക്സ്റ്റ്, ഇറ്റ് ഹാസ് എ symbiotic relationship with formalism, it studies the means of production of a text. Please have a look and please give an answer, everybody. A and B only, A and C only, A and D only, B and D only. Yes? ഒരാൾ ആൻസർ കൊടുത്തു. എന്തായാലും ഒരു കുറച്ച് ടൈം കൊടുക്കാം അല്ലേ, കുറച്ച് സെക്കൻഡ്സ് കൊടുക്കാം, ഇവരൊന്ന് ആൻസർ ചെയ്യട്ടെ. എനിക്ക് പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ് ക്ലാസ്സിൽ ഇങ്ങനെ ഓരോരുത്തരുടെ പേര് വിളിച്ചുകൊണ്ടിരിക്കും, പറ എന്ന് പറഞ്ഞിട്ട്. ശ്രീവാർത്തി, ശാരദ, ഷഹാന, സീമ, നമിത, ഗായത്രി, അഞ്ജന, അഫ്രത്ത്, എവരിബഡി പ്ലീസ് ആൻസർ. എല്ലാവരുടെയും കമന്റ് ബോക്സ് ഓപ്പണാ, എല്ലാവർക്കും ആൻസേഴ്സ് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഇമോജീസ് ഇടാന് ടൈപ്പ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഓപ്പൺ ആണ്. 3ാമത്തതാണ് എന്ന് ഉറപ്പായിരിക്കും അല്ലെ, അതുകൊണ്ടല്ലേ 3ആണെന്ന് പറയുന്നത്. ഫൈൻ, എന്തായാലും നമുക്ക് നോക്കാം. യെസ്, ഇറ്റ്സ് ആക്ച്വലി ആൻസർ. ഓക്കെ എന്ന് പറയുമ്പോൾ A and D only, A and D only എന്ന് പറയുമ്പോൾ ദേ നോക്കിക്കോ, നമ്മുടെ നിങ്ങൾ പറഞ്ഞ 3ാമത്തതാണ് ശരി ഉത്തരമായിട്ടുള്ളത്. സോ സ്മോൾ അപ്രീസിയേഷൻ ഫ്രം മൈ സൈഡ് ടു. താങ്ക്സ് എ ലോട്ട്. യുവർ ആൻസേഴ്സ് ആർ റൈറ്റ്. വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷൻസ് ഞാൻ ആരുടെയും ഭാഗത്തുനിന്ന് കണ്ടില്ല. ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. എല്ലാ ക്വസ്റ്റ്യൻസിനും എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കുന്നില്ല, എന്നാലും വേണ്ടതിന് നമ്മളത് നോക്കിപ്പോണം. കൾച്ചറൽ സ്റ്റഡീസ് ഈസ് ഇൻഹെറന്റ്ലി പൊളിറ്റിക്കൽ ആൻഡ് മെറ്റീരിയലിസ്റ്റിക്. ഇറ്റ് റിജക്ട്സ് ഫോർമലിസം. ഫോർമലിസത്തിനെ അത് റിജക്ട് ചെയ്യാണ് കേട്ടോ. വിച്ച് പ്രിവിലേജസ് ദ ടെക്സ്റ്റ് ഈസ്തെറ്റിക്സ് അലോൺ. ഇൻസ്റ്റെഡ് അനലൈസസ് ടെക്സ്റ്റ് ഇൻ റിലേഷൻ ടു സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് മെറ്റീരിയൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ശരിക്കും പറഞ്ഞാൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മെറ്റീരിയലിസ്റ്റിക് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ടൂറിസം എന്ത് കേട്ടാലും ലൈഫുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. നമ്മുടെ ടൂറിസം മേഖല ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തിന്, കേരളത്തിനെ പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് വലിയൊരു ബാക്ക് ബോണാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് ഈ ടൂറിസം മേഖലയിലൂടെ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഒരു വലിയ അസറ്റ് ആണ്. കുറെ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. കുറെ കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കുറെ നേട്ടങ്ങൾ അവിടെ ഉണ്ട്. അപ്പം ഇവിടെയും അത് തന്നെയാ പറയുന്നത്. കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഇൻഹെറന്റ്ലി പൊളിറ്റിക്കൽ ആൻഡ് മെറ്റീരിയലിസ്റ്റിക് ആണ്. ഫോർമലിസത്തിന്റെ കുറെ വാല്യൂസിനെ അത് റിജക്ട് ചെയ്ത് തന്നെയാണ് പോകുന്നത്. വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ് ആൻഡ് പ്ലീസ് അറ്റൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ട്രൂത്ത് ഈസ് ബ്യൂട്ടി. ട്രൂത്ത് ബ്യൂട്ടി അല്ലെങ്കിൽ ബ്യൂട്ടി ഈസ് ട്രൂത്ത്. ട്രൂത്ത് ബ്യൂട്ടി. These famous, often debated lines are the conclusion to which romantic ode? Yes, beauty lies in the eye of the viewer എന്നൊക്കെ പറയുന്നത് പോലെ Ode on a Grecian art, Ode to a Nightingale, Ode on Melancholy. Melancholy means sadness, to autumn. ഏതായിരിക്കും റൈറ്റ് ആൻസർ വരുന്നത്? എല്ലാവരുടെ ആൻസേഴ്സ് കൊടുത്തേ. യെസ്, Ode on a Grecian art is the right answer. കേട്ടോ, ഇത് നമ്മുടെ കീറ്റ്സിന്റെ ആണേ. നോക്കിക്കേ, written by John Keats. This phrase closes the ode and reflects his concept of negative capability. ഈ നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ എഴുത്തുകാരന്റെ ഇന്നബിലിറ്റി ഒന്നും അല്ല, എബിലിറ്റി തന്നെയാണ്. ഓക്കെ, അതായത് ഇപ്പം ശരിക്കും ഒരു കൺക്ലൂഷൻ കൊടുക്കാതെ തന്നെ റീഡേഴ്സ് വിൽ ലെറ്റ് ദം കൺക്ലൂഡ് എന്നുള്ള ഒരു പോയിന്റിൽ റീഡേഴ്സിനെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള കൺക്ലൂഷൻസ് ആണ് നെഗറ്റീവ് കേപ്പബിലിറ്റിയിലൂടെ കീറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ദ ഐഡിയ ദാറ്റ് ബ്യൂട്ടി ഹോൾഡ്സ് ഇൻഹെറന്റ് ട്രൂത്ത് ഇൻഡിപെൻഡന്റ് ഓഫ് ഫാക്ച്വൽ വെരിഫിക്കേഷൻ. ഇല്ലെ, ശരിക്കും പറഞ്ഞാൽ കാണാൻ ഇല്ലെ ഇതുവരെ കണ്ടതിനേക്കാൾ സൗന്ദര്യം ഇനി കാണാനിരിക്കുന്ന കാഴ്ചകളിലാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന ആളാണ് കീറ്റ്സ്. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ 2 ചോദ്യങ്ങൾ അതുപോലെ തന്നെ ഏജ് വൈസ് ലിറ്ററേച്ചറിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഒന്നും ചോദിക്കാറായിട്ടില്ല എന്ന് തോന്നുന്നു. സ്റ്റിൽ യു വിൽ ബി ഹാവിംഗ് സംതിങ് ടു ആസ്ക് ടു മീ. ഇഫ് ദർ ഇസ് സംതിങ് പ്ലീസ് ആസ്ക് നൗ. ത്രൂ ഔട്ട് ഞാൻ ഉണ്ടാവും ഈ 1 hour. അടുത്ത സെഷനൂടെ കേട്ടിട്ടായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മളോട് ഷെയർ ചെയ്യാം. നമ്മൾ അതിനുള്ള റിപ്ലൈസ് എല്ലാം തന്നിട്ടേ പോത്തുള്ളൂ. ഏജ് വൈസ് ലിറ്ററേച്ചർ ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം, സ്ക്രീൻഷോട്ട്സ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്.
എന്താണ് ഒരു ലൈവ് ക്ലാസ്സുകളുടെ ഒരു എന്താ പറയാ ഐപ്ലസിന്റെ തന്നെ പ്ലാറ്റ്ഫോമിൽ നമുക്കൊരു സ്പേസ് പ്രൊവൈഡഡ് ആയിരിക്കും. അപ്പൊ അവിടെ ആയിരിക്കും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത്. ഒന്നും ക്ലാസ്സിലെ നോട്ടൊന്നും ഇരുന്ന് കുത്തിയിരുന്ന് എഴുതിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് നോട്ട്സ് കിട്ടും. എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റി. ആൻഡ് ആർ യു ഓക്കെ വിത്ത് ദ സെക്ഷൻ? ഓക്കെ ആയിരുന്നോ? ഓക്കെ. സോ താങ്ക്സ് അലോട്ട്. കുറച്ച് കാര്യങ്ങളെങ്കിലും, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു എന്നൊന്നും പറയുന്നില്ല, എന്നാലും കുറച്ച് കാര്യങ്ങളെങ്കിലും ഉള്ള ഒരു ടൈമിൽ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി എ വെരി ഹാപ്പി തിങ് ഫോർ മീ ടു. സോ നമുക്ക് ഇനിയും ഒരു 4 യൂണിറ്റ്സിന്റെയും കൂടെ ഐഡിയാസ് ടീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ടീച്ചറിന്റെ കുറച്ച് വാല്യൂ ഐഡിയാസ് തരുന്നുണ്ടാവും. അപ്പൊ ഒരു 20 മിനിറ്റ്സ് കൂടെ നമ്മുടെ സെഷൻ ഉണ്ടായിരിക്കും. ആൻഡ് ഇന്ന് വന്ന എല്ലാവർക്കും once again താങ്ക്സ് അലോട്ട്. ആൻഡ് ഓക്കെ, വിൽ കണ്ടിന്യൂ ദ സെഷൻ. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നിങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും, ടീച്ചറിനോട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക്സ് അലോട്ട്. Hello. Hello, good evening, everyone. Audible ആണല്ലോ അല്ലേ? ഓക്കെ, സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ, ഓഡിയോ ക്ലിയർ ആണല്ലോ? ഓഡിയോ, വീഡിയോ ആൻഡ് PPT എല്ലാം ക്ലിയർ ആണല്ലോ അല്ലേ? കാണുന്നുണ്ടല്ലോ? ഓക്കെ, താങ്ക് യു ശ്രീലക്ഷ്മി മിസ്. ആൻഡ് ഹലോ എവ്രി വൺ, ഗുഡ് ഈവനിങ് വൺസ് അഗെയിൻ. ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പൊ എന്റെ പേര് സ്വാതി എന്നാണ്. ഞാൻ ഐപ്ലസിന്റെ എറണാകുളം ഓഫ്ലൈൻ ബ്രാഞ്ചിലെ പേപ്പർ 1ന്റെയും ഇംഗ്ലീഷിന്റെയും ടീച്ചിങ് ഫാക്കൽറ്റിയാണ്. ഈ ബാച്ച് മുതൽ നിങ്ങളുടെ കൂടെ ഇംഗ്ലീഷിന്റെ ഓൺലൈനിലെ 4 യൂണിറ്റ്സ് പഠിപ്പിക്കാനായിട്ട് ഞാൻ ഉണ്ടാവും. 5, 6, 8, 10 യൂണിറ്റ്സുകൾ, അതായത് ലാംഗ്വേജ്, ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് പ്രോസഡി, ദെൻ ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ, പിന്നെ ക്രിറ്റിസിസം, ആൻഡ് ലാസ്റ്റ് നമ്മുടെ 10ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള റിസർച്ച് കൂടെ പഠിപ്പിക്കാനായിട്ട് ഞാനും കൂടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ശ്രീലക്ഷ്മി മിസ് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഐഡിയ സിലബസിനെ കുറിച്ച് തന്നു. ആൻഡ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏജ് വൈസ് ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള ഒരു ധാരണ മിസ് നിങ്ങൾക്ക് തന്നു. ആൻഡ് ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തു അല്ലേ? ഹാപ്പി ദാറ്റ് നിങ്ങൾ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. നമുക്കപ്പോ കുറച്ചുകൂടെ കാര്യങ്ങൾ എക്സ്ട്രാ നോക്കാം. റെഡി അല്ലേ എല്ലാവരും? റെഡി? ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഈ സിലബസ് ബാക്കി എന്റെ 4 യൂണിറ്റ്സിന്റെ ഡിസ്ക്രിപ്ഷനിലോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൽ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ വട്ടം ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോണ ആരെങ്കിലും? ഇല്ല, എല്ലാരും ഓൾറെഡി എഴുതിയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ? ഓക്കെ, എല്ലാവരും ഓൾറെഡി ഒരു വട്ടെങ്കിലും എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, സിലബസ് ഡീകോഡിങ്ങിലോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒന്ന് ഓടിച്ച് എന്ത് ചെയ്യാം, ഞാൻ ഈ ക്ലാസ്സിൽ ആരെങ്കിലും ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിലോ എന്ന് ഓർത്തിട്ട് എക്സാമിനെ കുറിച്ച് ബേസിക് ഡീറ്റെയിൽസും കൊണ്ടുകൂടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം NT ആണ് നമ്മുടെ എക്സാം നടത്തുന്നത്. നമുക്കൊരു ഫസ്റ്റ് പേപ്പർ ഉണ്ട്. ആൻഡ് നമ്മളിതുണ്ടെന്നാണോ പറഞ്ഞത്? ഓക്കെ ഓക്കെ ഓക്കെ, ദെൻ ദിസ് സെഷൻ എസ്പെഷ്യലി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇത് കൂടെ ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലെ? ജനറൽ പേപ്പർ ഉണ്ട് അല്ലെ? നമുക്ക് സെക്കൻഡ് പേപ്പർ നമുക്ക് ഇംഗ്ലീഷ് ഉണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് CBT ആയിട്ടാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പേപ്പർ 1 നമുക്കൊരു 50 ക്വസ്റ്റ്യൻ, പേപ്പർ 2 നമുക്കൊരു 100 ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ട് നമുക്ക് എത്രയാണ്, മൊത്തം 300 മാർക്കിനാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത് അല്ലെ? നിങ്ങൾ ഈ മുമ്പത്തെ കട്ട് ഓഫ് ഒക്കെ നോക്കി അനലൈസ് ചെയ്ത ആൾക്കാരാണോ? മുമ്പ് എഴുതിയിട്ടുള്ള ആൾക്കാർ ഓരോ വട്ടവും ഇംഗ്ലീഷ് പേപ്പറിന്റെ കട്ട് ഓഫ് എങ്ങനെയാണ് പോകുന്നത്? ഒരു സ്ഥിരമായ കട്ട് ഓഫ് നമ്മുടെ പേപ്പറിന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരേ ഒരു ലെവലിലാണ് നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന്റെ കട്ട് ഓഫ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? നെറ്റിന്റെയും JRFന്റെയും ഒക്കെ കട്ട് ഓഫ് എപ്പോഴും ഒരേപോലെ ആണോ? അല്ലല്ലോ, ഒരിക്കലും അല്ലല്ലോ. നിങ്ങൾക്ക് തന്നെ അറിയാം, നമുക്കിപ്പോ 2-3 സൈക്കിളിന് മുമ്പ് വരെ നമ്മുടെ JRFന്റെ കട്ട് ഓഫ് ഒക്കെ അബൌട്ട് 210 ഒക്കെ പോവായിരുന്നു. 210, 220 മുകളിലോട്ടേക്ക് നമ്മുടെ JRFന്റെ കട്ട് ഓഫ് പോകുന്നിടത്ത് നിന്ന്
കഴിഞ്ഞ 2 സൈക്കിളുകളായിട്ട് 180, 190 റേഞ്ചിലോട്ടേക്ക് നമ്മുടെ JRFന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ട്. അപ്പൊ അത് കാണിക്കുന്നത് എന്താ ആക്ച്വലി നമ്മുടെ ഇംഗ്ലീഷ് പേപ്പർ എത്രത്തോളം അൺപ്രഡിക്റ്റബിൾ ആവുന്നു എന്നല്ലേ ശരിക്കും കാണിക്കുന്നത്, അല്ലെ? ഇംഗ്ലീഷ് പേപ്പറിന്റെ എന്താ പറയാ പാറ്റേൺ ചേഞ്ച് കാരണമാണ് എന്ത് ചെയ്യുന്നത് ഇത്രയും വലിയ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 210 നിന്നും 180 റേഞ്ചിലോട്ടേക്ക്. ഇത് കഴിഞ്ഞ വട്ടത്തെ JRFന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 188 ജനറൽ കാറ്റഗറി JRFന്റെ കട്ട് ഓഫ്. അപ്പൊ അതിനകത്തോട്ടേക്ക് എത്തുമ്പോ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ഇംഗ്ലീഷ് പേപ്പറിന്റെ പാറ്റേൺ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അവര്. ഓൾറെഡി എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ 2-3 വട്ടമൊക്കെ എഴുതിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഓക്കെ ഇതാണ് ഇംഗ്ലീഷിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ നമുക്കില്ല, അല്ലെ? അതാണ് മിസ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ എക്സാമിന്റെ കുറച്ച് റിയൽ സൈഡ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണ്ടേ. അപ്പൊ കട്ട് ഓഫ് എന്ത് ചെയ്യും ഓരോരിക്കലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. നമുക്ക് അങ്ങനെ 300 ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്കറിയാം 3 hours അല്ലെ. അപ്പൊ നമുക്കൊരു 180 മിനിറ്റ് കിട്ടും, നമുക്ക് 150 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അല്ലെ? 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമുക്ക് 180 മിനിറ്റ് ഉണ്ട്, നമുക്ക് 150 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഒരു ക്വസ്റ്റ്യന് നമുക്ക് എത്ര ടൈം കിട്ടും? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യന് നമുക്ക് എത്ര ടൈം കിട്ടും? 1 മിനിറ്റ് എന്തായാലും കിട്ടൂലേ? 1 മിനിറ്റ് കൂടുതൽ കിട്ടുമോ? കിട്ടും പറയുന്നുണ്ടെങ്കിൽ ഒരു തംസപ്പ് തന്നെ. 1 മിനിറ്റ് കൂടുതൽ കിട്ടോ? യെസ്, ന്യൂസി 1.2 മിനിറ്റ്സ് നമുക്ക് കിട്ടും. കാരണം എന്താ? പക്ഷെ ഈ 1.2 മിനിറ്റ്സ് നമുക്ക് ചില ക്വസ്റ്റ്യന് 1.2 മിനിറ്റ്സ് നമുക്ക് ആവശ്യമില്ല, പക്ഷെ ചില ക്വസ്റ്റ്യൻ നമുക്ക് 1.2 മിനിറ്റ്സ് മതിയാവില്ല. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ പഠിക്കണ്ടേ? മനസ്സിലായോ? മിസ്സും പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ, ശ്രീലക്ഷ്മി മിസ്സും അറ്റ്ലീസ്റ്റ് 4-5 ക്വസ്റ്റ്യൻസ് എങ്കിലും ഓരോ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നുള്ളത്. അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്തുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുന്നിൽ ആകെ ഒരു എക്സാമിൽ നമ്മളെന്താ പറയുക ഒരു പ്രിന്റ് പോലെ അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിന്റ് പോലെ നമ്മുടെ കയ്യിൽ റോഡ് മാപ്പ് പോലെ നമ്മുടെ കയ്യിലുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രമാണ്, അല്ലെ? അപ്പൊ നമ്മളും എന്ത് ചെയ്യും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുക. പിന്നെ എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, അതൊക്കെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ശരിക്കും. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തൂടെ, അല്ലെ? പേടിക്കണോ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ? നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് വേണ്ടല്ലോ. യെസ്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില അഡ്വാൻറ്റേജുകൾ. അതായത് ഇത്രയും ഹൈ ലെവലിലുള്ള നാഷണൽ ലെവലിലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്ന് പറയുന്നത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് കേട്ടോ. ആൻഡ് ദെൻ നമുക്കറിയാം ഇത് 2-3 കാറ്റഗറിയിലാണ് എക്സാമിന്റെ ക്വാളിഫിക്കേഷൻസ് വരുന്നത്. JRF ആണ് നമ്മുടെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അത് ടോപ്പ് 1% മാത്രമാണ് കൊടുക്കുന്നത്. അതിന്റെ ഇത് ആരെങ്കിലും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിന്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ജനറൽ മെന്നിന്റെ ഏജ് ലിമിറ്റ് 30 ആണ്, ബാക്കി എല്ലാവർക്കും വിമൻ ആൻഡ് ബാക്കി ഏത് കാറ്റഗറിയിലെ ആളുകൾക്കാണെങ്കിലും 35 ആണ്. ഇതിന്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത് 3 years ആണ്. നെറ്റിന്റെ നിങ്ങൾക്കറിയാം ടോപ്പ് 6% ആളുകൾക്കാണ് കൊടുക്കുന്നത്. അതൊരു 100 പേര് എക്സാം എഴുതുവാണെങ്കിൽ ടോപ്പിൽ വരുന്ന 6 പേർക്ക് നെറ്റും ഒരാൾക്ക് നമ്മൾ JRFും കിട്ടും. ആൻഡ് നെറ്റിന് നമുക്ക് എന്തെങ്കിലും ഏജ് ലിമിറ്റ് ഇല്ല, സർട്ടിഫിക്കറ്റിന് ലൈഫ് ടൈം വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ റീസെന്റ് ആയിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് അഡ്മിഷൻ ടു PhD ഓൺലി എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ, ഒരു ക്വാളിഫിക്കേഷൻ കൂടെ നമുക്കുണ്ട്. അതിനും ഏജ് ലിമിറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല അത് എഴുതാനായിട്ടുള്ളത്. ആൻഡ് ദെൻ എന്താണ് വാലിഡിറ്റി 1 year ആണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നെറ്റ് കിട്ടിയില്ല, പക്ഷേ നെറ്റിന്റെ അടുത്ത് നിങ്ങൾക്ക് സ്കോർ കിട്ടി. അപ്പൊ നമുക്ക് എന്ത് സർട്ടിഫിക്കറ്റ് കിട്ടും? അഡ്മിഷൻ ടു PhD എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ അവരുടെ എൻട്രൻസ് എക്സാം ഇല്ലാതെ നേരിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള, അതായത് നിങ്ങളുടെ അഡ്മിഷൻ ടു PhDയുടെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇംഗ്ലീഷിലോട്ടേക്ക് പോകാം. ഇംഗ്ലീഷിലുള്ള സിലബസ് ഒക്കെ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ഞാൻ കവർ ചെയ്യാൻ പോകുന്ന 4 യൂണിറ്റ്സ് കേട്ടോ. ലാംഗ്വേജ് എന്ന് പറയുന്ന 5ാമത്തെ യൂണിറ്റ്, ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന 6ാമത്തെ യൂണിറ്റ്, ദെൻ ലിറ്റററി ക്രിറ്റിസിസം, റിസർച്ച്. നിങ്ങൾ ഓൾറെഡി എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാർ ഈ 4 യൂണിറ്റ്സും മുമ്പേ പഠിച്ച ആൾക്കാരായിരിക്കുമല്ലോ. പഠിച്ചെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് കവർ ചെയ്യുന്നതല്ല, എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് എങ്കിലും ഈ യൂണിറ്റ്സ് നിന്ന് പഠിച്ച ആൾക്കാരല്ലേ? ആണല്ലോ. യെസ്, അപ്പൊ എന്തൊക്കെയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്, അല്ലെ അതിനൊരു ചെറിയൊരു റഫ് ഐഡിയ എന്ത് ചെയ്തു നിങ്ങൾക്ക് ഓൾറെഡി ശ്രീലക്ഷ്മി മിസ് തരുകയും ചെയ്തു. ഇനി നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഈ ഓരോ യൂണിറ്റിലും നമ്മൾ ഈ 4 എണ്ണത്തിൽ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നത്, അല്ലെ എക്സാമിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ ഒരു പോയിന്റ് കൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ട് ഞാൻ പറയാം. ശ്രീലക്ഷ്മി മിസ് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോ, നമുക്ക്
എല്ലാം പഠിക്കാനോ എല്ലാം പഠിപ്പിക്കാനോ ഉള്ള ഒരു സമയം നമുക്ക് 6 മാസത്തിലെ ടൈം ഫ്രെയിമിൽ നമുക്കില്ല. അല്ലെ, നമ്മുടെ ഇന്ത്യയിലുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ എക്സാം എഴുതുന്ന 2 സബ്ജക്ട്സ് ആണ് ഇംഗ്ലീഷും കൊമേഴ്സും എന്ന് പറയുന്നത്. നമ്മുടെ ഇംഗ്ലീഷിലൊക്കെ അത്രയും എന്താ പറയാ അപ്ലിക്കൻസ് ആണ്, അത്രയും കാൻഡിഡേറ്റ്സ് ആണ് എന്തെഴുതുന്നത്, അല്ലെ, ആസ്പിറൻസ് ആണ് നെറ്റ് എക്സാം എഴുതാനായിട്ട് വരുന്നത്. നിങ്ങൾക്കറിയാലോ. അല്ല, ഇന്ത്യ മൊത്തമായിട്ട് നോക്കണ്ട, കേരളം മാത്രം എടുത്ത് നോക്കിയാലും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നെറ്റ് എഴുതാൻ പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലല്ലേ. അല്ലെ, നിങ്ങൾക്ക് തന്നെ അറിയുന്ന എത്രയോ ആൾക്കാരുണ്ടാവും നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ NTA ആകെ ആ ടോപ്പിൽ എത്തുന്ന 6%, 1% ആൾക്കാരെ മാത്രമേ ആവശ്യമുള്ളൂ, അല്ലെ. ആ 6%-ിലോട്ടേക്ക് അപ്പൊ നമ്മൾ എത്തണമെങ്കിൽ വളരെ പ്ലാനഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് വേണ്ടേ, അല്ലെ. വളരെ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള പ്ലാനഡ് ആയിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമ്മുടെ കയ്യിൽ വേണ്ടേ 6%-ിലോട്ടേക്ക് എത്തണമെങ്കിൽ. മനസ്സിലായോ? അപ്പൊ അതിന് നമ്മൾ എല്ലാം പഠിക്കുക എന്നുള്ളതല്ല. പ്രത്യേകിച്ച് നമ്മളെ പോലെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ഉള്ള സെക്കൻഡ് പേപ്പറുകാര് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എല്ലാം കവർ ചെയ്യുക എന്നുള്ളതല്ല, എക്സാം ഡിമാൻഡ് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് നല്ല ഡെപ്തിൽ കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ എല്ലാം പഠിക്കുക, എല്ലാം കവർ ചെയ്യുക എന്നുള്ളതിലല്ല. കാരണം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ സിലബസ് നോക്കിയാൽ മനസ്സിലാവും, അല്ലെ. ഡ്രാമ, പോയിട്രി എന്നുള്ള ചെറിയ വേർഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ അതിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഈ 6 മാസം കൊണ്ട് പഠിച്ചാൽ തീരാവുന്നതാണോ? ഒന്ന് നിങ്ങൾ പ്രാക്ടിക്കലി ചിന്തിച്ചേ, അല്ലെ. അവരെന്താ എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെ പറയുമ്പോൾ? നമ്മൾ ലോകത്തുള്ള എല്ലാ കൈൻഡ് ഓഫ് ലിറ്ററേച്ചറുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വന്നിട്ടുള്ള എല്ലാ ലിറ്ററേച്ചറിലെയും ഡ്രാമയും പോയിട്രിയും ഫിക്ഷനും നോൺ ഫിക്ഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് 6 മാസം കൊണ്ട് പോസിബിൾ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈവൻ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ മാത്രം പഠിക്കുവാണെങ്കിൽ നമുക്ക് ഇതിലും കൂടുതൽ സമയം വേണ്ടേ? അതായത് ഒരു ഏജ് എടുക്കുന്നു, ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് ഈച്ച് ഓതർ, ഈച്ച് വർക്ക്, മേജർ ഓതേഴ്സ്, മൈനർ ഓതേഴ്സ് എല്ലാരെയും കവർ ചെയ്യുവാണെങ്കിൽ അപ്പൊ നമുക്ക് അതിനുള്ള ഒരു ടൈം 6 മാസത്തിലില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വേണ്ടത് പഠിക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പേപ്പറിൽ ഓരോ യൂണിറ്റിൽ നിന്നും ഏറ്റവും എക്സാം നമ്മളിൽ നിന്നും എന്താണോ ഡിമാൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം, അല്ലെ. അതുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ കുറെ പ്രാവശ്യം എഴുതിയിട്ടും കിട്ടുന്നില്ല? അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരെല്ലാം പഠിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്, അല്ലെ. കുറെ നമ്മുടെ സബ്ജക്റ്റിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മെറ്റീരിയൽസിന് എന്തെങ്കിലും കുറവുണ്ടോ? ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ മെറ്റീരിയൽസ് കിട്ടാൻ നെറ്റ് എക്സാമിന് മാത്രമല്ല, UG PG കാര്യങ്ങളൊക്കെ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി നമുക്കൊരു പ്രശ്നമേ അല്ല. നമുക്ക് മെറ്റീരിയൽസ് കൂടിയതിന്റെ പ്രശ്നമേ ഉള്ളൂ. അത് ഇത്രയും മെറ്റീരിയൽസിൽ നിന്നും ഏറ്റവും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, നമ്മുടെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പഠന സ്ട്രാറ്റജി ആയിരിക്കും, അല്ലെ, പഠന രീതികളായിരിക്കും. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പാടുള്ള കാര്യം. മനസ്സിലായോ? അങ്ങനെ മെറ്റീരിയൽസ് ലിമിറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങള് എക്സാമിന് ആവശ്യമുള്ളത് മാത്രം പഠിക്കാം. എക്സാമിന് ആവശ്യമുള്ള കാര്യങ്ങൾ നല്ല ക്വാളിറ്റേറ്റീവ് ആയിട്ട്, അതായത് നല്ല ഡെപ്തില് ഏത് തരത്തിൽ ചോദിച്ചാലും നിങ്ങൾ ആൻസർ ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. അപ്പൊ ഓരോ യൂണിറ്റിൽ നിന്നും എങ്ങനെയാണ് എന്താ പറയാ ഈ 4 യൂണിറ്റിൽ നിന്നും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് ഉള്ളതിലോട്ടേക്ക് നമുക്ക് പോവാം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? എല്ലാം പഠിക്കുക എന്നുള്ളതിലല്ല, ഇനഫ്, അല്ലെ. എക്സാമിന് വേണ്ടത് പഠിക്കുന്നവരാണ് ക്വാളിഫൈ ചെയ്യുന്നത്, അല്ലെ. നമുക്ക് എല്ലാം പഠിക്കാനും നമ്മുടെ എന്താ പറയാ ലിറ്ററേച്ചറിലുള്ള നമ്മുടെ എന്താ പറയാ നോളജ് കൂട്ടാനൊക്കെ വർഷങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഇനി, അല്ലെ. നിങ്ങൾ പഠിപ്പിക്കാനും, അല്ലെ, ടീച്ചേഴ്സ് ആവാനും, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആവാനും, റിസർച്ച് സ്കോളേഴ്സ് ആവാനൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ. അപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയാ നോളജ് കൂട്ടാനുള്ള വർഷങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഇവിടെ നമ്മൾ നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഡെപ്തിൽ പഠിക്കുക എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ്, ഇതിൽ നമ്മൾ പഠിക്കുന്നത് ലാംഗ്വേജിലെ ബേസിക് കോൺസെപ്റ്റ്സ്, തിയറീസ് ആൻഡ് പെഡഗോജി ആൻഡ് ഇംഗ്ലീഷ് ഇൻ യൂസ്. ഈ ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ അറിയുന്നില്ലേ? ഫോണറ്റിക്സ്, മോർഫോളജി, സിൻടാക്സ്, സെമാൻറ്റിക്സ്, പ്രാഗ്മാറ്റിക്സ്, അതായത് ലാംഗ്വേജിലുള്ള ചില ബേസിക് ആയിട്ട് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റുകൾ. ഫോണറ്റിക്സ് അറിയാലോ, സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള, സ്പീച്ച് സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡിനെയാണ് നമ്മൾ ഫോണറ്റിക്സ് എന്ന് പറയാം. മോർഫോളജി കേട്ടിട്ടുണ്ടോ? മോർഫോളജി ഇതൊക്കെ നിങ്ങൾ കേട്ടതല്ലേ ഈ സ്ക്രീനിൽ ഞാനിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. നമ്മൾ വേർഡിന്റെ സ്ട്രക്ചർ, അല്ലെ, വേർഡിന്റെ ഫോർമേഷനെ കുറിച്ച് പഠിക്കുന്നതിന് നമ്മൾ മോർഫോളജി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ സെന്റൻസ് സ്ട്രക്ചർ ആണ് നമ്മൾ സിൻടാക്സിൽ പഠിക്കുക. സെമാൻറ്റിക്സോ
അറിയായിരിക്കല്ലോ. സെമാൻറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ സ്റ്റഡിയാ? അറിയുന്ന ആൾക്കാരെന്ന് പറഞ്ഞേ. സെമാൻറ്റിക്സ് എന്ന് പറഞ്ഞാല് സെമാൻറ്റിക്സ് എന്തായാലും സൗണ്ട് അല്ല, വേർഡ് സ്ട്രക്ചർ അല്ല, സെന്റൻസ് സ്ട്രക്ചർ അല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു. യെസ്, വെരി ഗുഡ് ഗായത്രി. ഓക്കെ ഷഹാന, ശ്രീഭാരതി എല്ലാരും പറഞ്ഞു അല്ലെ. ശ്രീഭാരതി നമ്മളത് സിമ്പിൾ എന്നതിനേക്കാൾ മീനിങ്ങിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത് സെമാൻറ്റിക്സ് എന്ന് പറയുന്നത്. ഈ മീനിങ്ങിന്റെ തന്നെ കോണ്ടെക്സ്റ്റുവൽ മീനിങ് ആവുമ്പോൾ അത് പ്രാഗ്മാറ്റിക്സ് ആവും. അതായത് ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു വാക്കിന്റെ അർത്ഥം, ഒരു വാക്കിന്റെ ലിറ്ററൽ മീനിങ്, അതായത് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് പഠിക്കുന്നത് സെമാൻറ്റിക്സ് ആവുന്നു. അത് ഒരു കോണ്ടെക്സ്റ്റിൽ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പഠിക്കുന്നത് എന്താണെന്ന് പ്രാഗ്മാറ്റിക്സ് ആവുന്നു. ലാങ്ങും പരോളും കേട്ട ആൾക്കാരല്ലേ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും? നമ്മുടെ ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, അത്രയും ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റുമാണ് അവര് NTA-ക്കാര് ഇത്രയും തവണ റിപ്പീറ്റ് ചെയ്ത വേറൊരു കോൺസെപ്റ്റ് ഇല്ല എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. അത്രയും വട്ടം എന്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ലാങ്ങിൽ നിന്നും പരോളിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആരെഴുതി കൊണ്ടുവന്ന ലാങ്ങും പരോളും? നമ്മുടെ സ്ട്രക്ചറലിസ്റ്റ് ആയിട്ടുള്ള ലിംഗ്വിസ്റ്റ് ആയിട്ടുള്ള സ്വിസ് ലിംഗ്വിസ്റ്റ് അറിയാലോ. ലാങ്ങും പരോളും കൊണ്ടുവന്നാരാ? സോഷ്യോർ അല്ലെ. സോഷ്യോറിന്റെ കോഴ്സിൽ 1960 പബ്ലിഷ് ചെയ്ത കോഴ്സിൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സിലാണ് ലാങ് പരോൾ അല്ലെ. ലാങ് എന്ന് പറയുന്ന ലാംഗ്വേജ് സിസ്റ്റം, പരോൾ എന്ന് പറയുന്നത് അതിന്റെ അട്ടറൻസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. അങ്ങനെ ഇതിന്റെ തന്നെ ചോംസ്കിയുടെ വേർഷൻ ആണ് ഇത് കോമ്പീറ്റൻസും പെർഫോമൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ട് ലാംഗ്വേജിലെ കോൺസെപ്റ്റ്സ് നമ്മൾ ആദ്യം പഠിക്കും. പിന്നെ നമ്മൾ പോവാ തിയറീസിലോട്ടേക്കാം. ബിഹേവിയറിസം, നിങ്ങൾ പാവ്ലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെ, സ്കിന്നറിന്റെ ഒപ്പാരന്റ് കണ്ടീഷനിങ്, ഇതൊക്കെ കേട്ട ആൾക്കാരല്ലേ? ബി.എഡ് ഒക്കെ ചെയ്ത ആൾക്കാരാണ്. എന്തായാലും ഇതൊക്കെ ഇതിലൂടെ നിങ്ങൾ പഠിച്ചിട്ട് പോയിട്ടുണ്ട്, കടന്നു പോയിട്ടുണ്ടാവും. ഉണ്ടോ? ബി.എഡ് ഒക്കെ ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഇതില്? അല്ലാതെ തന്നെ ഓക്കെ അല്ലാതെ തന്നെ പഠിച്ച ആൾക്കാരും ഉണ്ടാവും. ഓക്കെ, ഇന്നേറ്റിസം അല്ലെ. നമ്മുടെ എല്ലാ മനുഷ്യരിലും നമ്മൾ എന്താണ് ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസോട് കൂടാണ് നമ്മൾ ജനിക്കുന്നതെന്ന് പറയുന്ന ഇന്നേറ്റിസം അല്ലെ. നമുക്ക് എല്ലാവരിലും ഇന്നേറ്റ് ആയിട്ട് ഇൻഹറന്റ് ആയിട്ട് എന്തുണ്ട്? യെസ്, LAD, വെരി ഗുഡ് നർസി. നമ്മുടെ ഉള്ളില് എന്തുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? ചോംസ്കി അല്ലേ അത് കൊണ്ടുവന്നത് ഇന്നേറ്റിസം. എല്ലാ ലാംഗ്വേജും അക്വയർ ചെയ്യാനുള്ള, പഠിക്കാനുള്ള ഒരു കഴിവോട് കൂടെ തന്നെയാണ്, ഒരു ഡിവൈസോട് കൂടെയാണ് നമ്മൾ ജനിക്കുന്നതാണ് ഇന്നേറ്റിസത്തിൽ പറയുന്നത്. ദെൻ കോഗ്നിറ്റിവിസം ഓർ കൺസ്ട്രക്റ്റിവിസം, ഇത് കേട്ടതല്ലേ? നമ്മള് ആരുണ്ട്? പിയാഷെ, വൈഗോട്സ്കിയുടെ ഒക്കെ തിയറികള്, കോഗ്നിറ്റിവിസം, കൺസ്ട്രക്റ്റീവ്സ് അല്ലെ. കൺസ്ട്രക്റ്റീവ്സ് നമ്മൾ പഠിക്കും. പിന്നെ സ്റ്റീഫൻ ക്രഷന്റെ എന്ത് തിയറി ഓഫ് സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ ഓർ മോണിറ്റർ മോഡൽ, അത് നമ്മൾ പഠിക്കും. ഇങ്ങനത്തെ കുറച്ച് ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ് പഠിക്കും. പിന്നെയാണ് നമ്മൾ പെഡഗോജിയിലോട്ടേക്ക് പോകുന്നത്. അതായത് ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡ്സ്, എസ്പെഷ്യലി സെക്കൻഡ് ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡ്സ്. ഈ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്, ലാസ്നോവിന്റെ സജസ്റ്റോപീഡിയ കേട്ടിട്ടുണ്ടോ? വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള എന്താ പറയുക, മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്തുകൊണ്ടുള്ള, ബാക്ക്ഗ്രൗണ്ടിൽ വളരെ കാം ആയിട്ടുള്ള മെലോഡിക് ആയിട്ടുള്ള മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്തുകൊണ്ട് ഒരു കാം അറ്റ്മോസ്ഫിയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ലാംഗ്വേജ് കുട്ടികളിലോട്ടേക്ക് എത്തിക്കുന്നു, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനത്തെ മ്യൂസിക് ബേസ്ഡ് ആയിട്ടുള്ള വളരെ കാം എൻവയോൺമെന്റിൽ പഠിക്കുന്ന സജസ്റ്റോപീഡിയ പോലത്തെ കുറച്ച് ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡ്സ് ആണ് നമ്മൾ എന്തിൽ പഠിക്കുക? പെഡഗോജിയിൽ പഠിക്കുക. ഓക്കെ, പിന്നെ ഇംഗ്ലീഷ് ന്യൂസ് എന്നുള്ളത് ഇവർ എന്താ പറയാ സിലബസിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇംഗ്ലീഷിന്റെ പ്രാക്ടിക്കൽ യൂസാ. പക്ഷെ ഈ ഒരു പോയിന്റിൽ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വളരെ കുറവാണ്. കുറെ മുമ്പ്, അതായത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു ഏരിയന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമ്മളോട് കൂടുതലായിട്ട്, അതായത് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അത്യാവശ്യം നല്ലൊരു എന്താ പറയാ അപ്പർ ഹാൻഡ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവര് പാസേജും പോയും തരുന്നത് അല്ലെ. നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് പാസേജും പോയും തരാറില്ലേ? അല്ലേ? അതറിയാലോ. ലാസ്റ്റ് നമുക്ക് എന്തുണ്ടാവും? അല്ലെ, 5 ക്വസ്റ്റ്യൻസ് ഒരു പാസേജ് നിന്നുണ്ട്, ഒരു പോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നല്ല അപ്പർ ഹാൻഡ് ഇംഗ്ലീഷിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടോ എന്നൊക്കെ ആലോചിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്ന ഒരു ഐഡിയ കിട്ടിയോ? ഈ ഫോണറ്റിക്സ്, ലാങ്, പരോളൊക്കെ പോലത്തെ ബേസിക് കോൺസെപ്റ്റ്സ്, പിന്നെ കുറച്ച് തിയറീസ് പഠിക്കും, പിന്നെ കുറച്ച് ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡ്സ് പഠിക്കും. ഓക്കെ, അടുത്ത യൂണിറ്റിലോട്ടേക്ക് പോവാം. ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഏത് പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇന്ത്യയിൽ വന്നിട്ടുള്ളത്? ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മുടെ ഏതൊരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് മക്കളെ ഇവിടെ വന്നിട്ടുള്ളത്? അറിയോ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നു, അതൊക്കെ ഏത് പ്രോസസ്സാണ്, ഏത് കാലഘട്ടമാണ്? കോളനൈസേഷന്റെ ഭാഗമായിട്ടാണ് ഇംഗ്ലീഷ് എന്നൊരു ലാംഗ്വേജ് നമുക്കിവിടെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ ഒരു യൂണിറ്റ് നമ്മൾ പഠിക്കുക ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെ ഇന്ത്യയിൽ എത്തി, ആ ലാംഗ്വേജിന്റെ ഗ്രോത്ത് നമ്മൾ പഠിക്കും, ഡെവലപ്മെന്റ്. ആ ഡെവലപ്മെന്റ് പഠിക്കുന്ന ആ ഒരു വഴിയിലാണ് നമ്മൾ ഈ പ്രീ ഇൻഡിപെൻഡൻസ് എറയിലും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എറയിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇവിടെ ഇത്രയും ഡെവലപ്ഡ് ആവാൻ കാരണമായിട്ടുള്ള ചില റിപ്പോർട്ട്സ്,
കമ്മീഷൻസ്, പ്ലാൻസ് ഒക്കെ പഠിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇതൊക്കെ ചാർട്ടർ ആക്ട് കേട്ടിട്ടില്ലേ? പ്രീ ഇൻഡിപെൻഡൻസ് എറയിലുള്ള ചാർട്ടർ ആക്ട്, മക്കാളേസ് മിനിറ്റ്, വുഡ്സ് ഡിസ്പാച്ച് ഒക്കെ കേട്ടിട്ടുണ്ടോ? യെസ്, വുഡ്സ് ഡിസ്പാച്ച്, ഹണ്ടർ കമ്മീഷൻ, സർജൻ പ്ലാൻ പോലത്തെ പ്രീ ഇൻഡിപെൻഡൻസ് എറയിലുള്ള കാര്യങ്ങളുണ്ട്. ദെൻ എന്തുണ്ട്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എറയിലാണെങ്കിലോ രാധാകൃഷ്ണൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, നമുക്ക് 3 NEPs ഉണ്ട് അല്ലെ? NP 1968, 86, 2020 NEP, ഇതൊക്കെ അറിയാലോ. ഇതൊക്കെ നമ്മൾ ഇതിൽ പഠിക്കും. അതായത് ഇംഗ്ലീഷിന്റെ ഗ്രോത്തിന് കാരണമായിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കണം. അതിന് കാരണമായിട്ടുള്ള ആളുകള്, കമ്മീഷൻസ്, അവർ സമർപ്പിച്ച റിപ്പോർട്ടുകള്, അതിന്റെ ഈ റിപ്പോർട്ട്സിന്റെയും കമ്മീഷൻസിന്റെ ഒക്കെ ക്രോണോളജിക്കൽ ഓർഡർ ഒക്കെ നമ്മളോട് ചോദിക്കും. ആൻഡ് ഇംഗ്ലീഷ് ഇന്നത്തെ ഇംഗ്ലീഷിന്റെ പ്രസന്റ് സ്റ്റേറ്റ് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും. ആൻഡ് ദെൻ എന്ത് നമ്മൾ പഠിക്കും, ഫ്യൂച്ചർ അല്ലെ, ഫ്യൂച്ചറിലെ ഇംഗ്ലീഷ് എങ്ങനെയാവും, നമ്മൾ ഏത് തരത്തിലുള്ള ഒരു ലാംഗ്വേജ് ആയിട്ടാണ് ഇംഗ്ലീഷിനെ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഇതിന്റെ ഫ്യൂച്ചർ ആസ്പെക്റ്റിൽ പഠിക്കും. ഇപ്പൊ ഈ ഒരു യൂണിറ്റിന് ഒരു ഐഡിയ കിട്ടിയോ? ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യയിൽ എങ്ങനെ വന്നു, അതെങ്ങനെ ഡെവലപ്ഡ് ആയി, ഇന്നത്തെ രീതിയിൽ അതെങ്ങനെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുക യൂണിറ്റ് 6 പഠിക്കുക. ക്ലിയർ ആയെങ്കിൽ ഒരു തംസ് അപ്പ് തന്നെ. ഞാൻ ജസ്റ്റ് ഒരു റഫ് ആയിട്ട് എന്ത് പഠിക്കണം എന്നുള്ളത് മാത്രമേ തരുന്നുള്ളൂ കേട്ടോ. നമ്മൾ യൂണിറ്റ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ ഡെപ്തിൽ നമ്മൾ പഠിക്കും. ഏത് തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പാകത്തിൽ നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി ലിറ്റററി ക്രിറ്റിസിസം ഇഷ്ടമാണോ ഈ യൂണിറ്റ് നിങ്ങൾക്ക്? ലിറ്റററി ക്രിറ്റിസിസം ഉണ്ട്, നമുക്ക് തിയറി ഉണ്ട് അല്ലെ? ക്രിറ്റിസിസം ഉണ്ട്, തിയറി ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഡിഗ്രി PG ഒക്കെ പഠിക്കുമ്പോൾ ക്രിറ്റിസിസം, തിയറി യൂണിറ്റ്സ്? ഇഷ്ടപ്പെട്ടോ? എളുപ്പമായിരുന്നോ? ഒന്നും പറയുന്നില്ലല്ലോ. നോട്ട് ഈസി ആണോ ഗായത്രി? ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഈസി ആക്കി എടുക്കാം. ന്യൂസി എന്ത് പറയണു? ഒന്നും പറയാനില്ലല്ലോ. ഇച്ചിരി ടഫാണ് അല്ലെ? ടഫ് ആയതുപോലെ തോന്നി. ഓക്കെ, നമുക്ക് എന്താ പറയാ, ഡിഗ്രി PG ക്ലാസ്സുകളിൽ നമുക്ക് ക്രിറ്റിസിസം, തിയറി ഒക്കെ എന്താ പറയുക ഒരു ടെക്സ്റ്റ് പഠിക്കാനുണ്ടാവും അല്ലെ? ഒരു ഓതറിന്റെ, ഒരു ക്രിട്ടിക്കിന്റെ, ഒരു തിയറിസ്റ്റിന്റെ ഒരു ടെക്സ്റ്റ് പഠിക്കാൻ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. ഇവിടെ നമുക്ക് ലിറ്റററി ക്രിറ്റിസിസത്തിനെ കുറിച്ചും തിയറിയെ കുറിച്ചുള്ള ഒരു എൻറ്റയർ ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടോ എന്നുള്ളതാണ് ഇവർ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ക്രിറ്റിസിസവും തിയറിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതാദ്യം നമ്മൾ അറിയാം. എന്താണ് ലിറ്റററി ക്രിറ്റിസിസവും ലിറ്റററി തിയറിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ് അല്ലേ? നമ്മൾ ഒരു വർക്കിന്, ഇപ്പൊ ഞാൻ ഒരു നോവൽ എടുക്കുന്നു, അതിന് ഞാൻ വായിച്ചിട്ട് എന്റേതായിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ അതിന് കൊടുക്കുകയാണ്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ക്രിറ്റിസിസം എന്ന് പറയാം. മനസ്സിലായോ? ക്രിറ്റിസിസം ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ഞാനൊരു വർക്ക് എടുക്കുന്നു, അതിനെ ഞാൻ വായിക്കുന്നു, ഇന്റർപ്രറ്റ് ചെയ്യുന്നു, ഞാൻ എന്റേതായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്നു. എനിക്ക് എന്ത് ആസ് എ റീഡർ എനിക്ക് എന്ത് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാനുള്ള ഫ്രീഡവും ആ ബുക്ക് എനിക്ക് തരുന്നുണ്ട്. ഓക്കെ, ആ പ്രോസസ്സിനെയാണ് ക്രിറ്റിസിസം എന്ന് പറയാം. ഈ ക്രിറ്റിസിസം എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് ഒത്തിരി വഴികളുണ്ട്. ആ വഴികൾ അല്ലെങ്കിൽ ഫ്രെയിം വർക്ക്സിനെയാണ് നമ്മൾ തിയറി എന്ന് വിളിക്കുക. ഇതിനൊരു സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അറിയാലോ? വർക്ക് ആരുടെയാ? അതൊന്നും നിങ്ങളോട് ചോദിക്കണ്ട, നിങ്ങൾക്ക് അറിയായിരിക്കും, ചുമ്മാ ചോദിച്ചേ. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് അല്ലെ, അരുന്ധതി റോയുടെ വർക്കാണ്. അപ്പൊ ആ ഒരു വർക്കിനെ ഞാൻ എന്ത് ചെയ്യും, ഞാനത് വായിക്കുകയാണ്. ആ ഒരു വർക്കിനെ ഞാൻ വായിക്കുന്നു, വായിച്ചിട്ട് എന്റേതായിട്ട് ഇന്റർപ്രിട്ടേഷൻ ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ അവിടെ ചെയ്യുന്നത് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ആൻഡ് അതില് എനിക്കത് പല രീതിയിൽ വായിക്കാം. ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ എനിക്കത് വായിച്ചൂടെ അല്ലെ? അതിൽ നിങ്ങൾ ആ നോവൽ പഠിച്ചിട്ടില്ലാത്തത് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ? വിമന്റെ മാർജിനലൈസേഷനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ജനറേഷൻസ് ഓഫ് സ്ത്രീകൾ അനുഭവിക്കുന്ന മാർജിനലൈസേഷനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അതെനിക്ക് പഠിക്കാം. പിന്നെ അതിൽ മാർക്സിസം ഉണ്ട്, എക്കോ ക്രിറ്റിസിസം ഉണ്ട്. ഈ 3 വഴികളിലൂടെ എനിക്കത് പഠിച്ചൂടെ അല്ലെ? ഫെമിനിസ്റ്റ് റീഡിംഗ് ഓഫ് വാട്ട് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന രീതിയിൽ എനിക്ക് പഠിക്കാം. അപ്പൊ മനസ്സിലായോ? ഈ പല രീതിയിൽ എനിക്ക് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. അപ്പൊ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ബേസിക് പ്രോസസ് ആണ്. ആ പ്രോസസ് എനിക്ക് ചെയ്യാനായിട്ടുള്ള വഴികളാണ്, ഡിഫറെന്റ് ഫ്രെയിം വർക്കുകളാണ് എന്ത്, ഇതേപോലെ ഈ മാർക്സിസം, ഫെമിനിസം, സ്ട്രക്ചറലിസം, എക്കോ ക്രിറ്റിസിസം, ക്യൂർ തിയറി ഒക്കെ. മനസ്സിലായോ? ലിറ്റററി ക്രിറ്റിസിസം ആ പ്രോസസ് ആണ്, അത് ചെയ്യാനുള്ള വ്യത്യസ്തമായിട്ടുള്ള വഴികളാണെന്ന് പറയുന്നത് തിയറി എന്ന് പറയുന്നത്. അപ്പൊ ക്രിറ്റിസിസത്തിൽ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്, നമുക്ക് അതായത് ക്രിറ്റിസിസം എന്ന തിയറിക്ക് മുമ്പേ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ആൻഷ്യൻ ഗ്രീക്ക് ആൻഡ് റോമൻ ക്രിറ്റിക്സ് ഓൺവേർഡ്സ് നമ്മൾ പഠിക്കണം. പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ലോഞ്ചൈനസ്, ഹൊറൈസ്, ക്വിഞ്ചിലിയൻ. പ്ലേറ്റോന്റെ അരിസ്റ്റോട്ടലിന്റെ ഒക്കെ വർക്ക് ഏതാ? പ്ലേറ്റോയുടെ മെയിൻ വർക്ക് ഏതാ?
ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് യെസ് റിപ്പബ്ലിക് ഉണ്ട്, അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് ഉണ്ടല്ലോ അല്ലെ, ട്രാജഡിയുടെ ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഒക്കെ കൊടുത്തിട്ടുള്ള അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് ഉണ്ട്. യെസ് ആൻഡ് ലോഞ്ചൈനസ് ഇല്ലേ, ലോഞ്ചൈനസ് അല്ലെ, ലോഞ്ചൈനസിന്റെ ഏതാ വർക്ക്? ഓൺ ദ സബ്ലൈം കേട്ടിട്ടുണ്ടോ? ഓൺ ദ സബ്ലൈം. യെസ് ഹൊറൈസിന്റെ ആർസ് പോയറ്റിക്ക കേട്ടിട്ടുണ്ടോ? ആർസ് പോയറ്റിക്ക ഓർ ദ ആർട്ട് ഓഫ് പോയട്രി കേട്ടിട്ടുണ്ടല്ലോ. ട്വിൻറ്റിൽ ഇന്ത്യ ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒറേറ്റോറിയ എന്നൊരു വർക്ക് ഉണ്ട്. ഇങ്ങനെ ആൻഷ്യൻ ഈ ക്ലാസിക്കൽ ക്രിറ്റിക്സിൽ നിന്ന് നമുക്ക് കുറച്ചേ പഠിക്കാനുള്ളൂ. ഇവരുടെ 1-2 മേജർ വർക്കുകളും ഈ പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടലിന്റെ ഒക്കെ വർക്കുകളിൽ നിന്ന് നമുക്ക് എസ്പെഷ്യലി പ്ലേറ്റോയുടെ വർക്കുകളിൽ നിന്നും സോക്രട്ടീസിനെ കുറിച്ചുള്ള ഒരു ഏകദേശം ഒരു ധാരണയും നമുക്ക് കിട്ടും. ഈ ഒരു ആൻഷ്യൻ ക്ലാസിക്കൽ ക്രിറ്റിക്സിനെ കവർ ചെയ്തതിനു ശേഷമാണ് നമ്മൾ എന്തിലോട്ടേക്ക് ഇംഗ്ലീഷ് ക്രിറ്റിക്സിലോട്ടേക്ക് പോവാം. ഇംഗ്ലീഷ് ക്രിറ്റിക്സ് തുടങ്ങുന്നത് റിനൈസൻസ് പീരീഡിൽ മുതലാണ് നമുക്ക് ക്രിറ്റിസിസം നമുക്ക് പഠിക്കാനുള്ളത്. ഫിലിപ്പ് സിഡ്നി ആൻ അപ്പോളജി ഫോർ പോയട്രി അല്ലെങ്കിൽ ഡിഫൻസ് ഓഫ് പോയസി എന്നുള്ള വർക്ക് കേട്ടിട്ടില്ലേ അല്ലെ? സ്റ്റീഫൻ ഗോസിന്റെ സ്കൂൾ ഓഫ് അബ്യൂസിൽ സ്റ്റീഫൻ ഗോസിന് എന്ത് ചെയ്തു? പോയട്രിയെ വളരെ ഹാഷായിട്ട് അറ്റാക്ക് ചെയ്തു. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോയട്രിയോട് അപ്പോളജൈസ് ചെയ്തുകൊണ്ട് പോയട്രിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് അല്ലെ, പോയട്രിയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഫിലിപ്പ് സിഡ്നി എഴുതിയ വർക്കാണിത് ആൻ അപ്പോളജി ഫോർ പോയട്രി, ഡിഫൻസ് ഓഫ് പോയസി. ദെൻ പിന്നെ നമ്മൾ ഏത് പീരീഡിലോട്ടേക്ക് പോകുന്നു? നിയോ ക്ലാസിക്കൽ പീരീഡിലോട്ടേക്ക് പോകുമ്പോൾ എസ്സേ ഓൺ ഡ്രമാറ്റിക് പോയസി എഴുതിയ ഡ്രൈഡൻ ഉണ്ട്. എസ്സേ ഓൺ മാൻ ആൻഡ് എസ്സേ ഓൺ ക്രിറ്റിസിസം ഒക്കെ എഴുതിയ അലക്സാണ്ടർ പോപ്പ് ഉണ്ട്. സാമുവൽ ജോൺസന്റെ ഏതെങ്കിലും ക്രിട്ടിക്കൽ വർക്ക് നിങ്ങൾക്ക് അറിയോ? വളരെ എന്താ പറയാ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു വർക്ക് ഉണ്ട് സാമുവൽ ജോൺസന്റെ. ഈ വർക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു ക്ലൂ തരാം. സാമുവൽ ജോൺസന്റെ ഈ ഒരു വർക്കിലാണ് എന്ത് പറയുന്നത്, നമ്മുടെ മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ സാമുവൽ ജോൺസൺ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അറിയോ അത്? മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ അറ്റാക്ക് ചെയ്തിട്ടുള്ള വർക്ക് ഏതാണെന്നറിയോ? ഇല്ല കുഴപ്പമില്ല, ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇന്ന് അങ്ങോട്ട് പഠിച്ചു. അത് ലിവ്സ് ഓഫ് ദ മോസ്റ്റ് എമിനന്റ് ഇംഗ്ലീഷ് പോയിറ്റ്സ് എന്ന് പറയുന്ന ഒരു ലിറ്റററി ക്രിട്ടിക്കൽ വർക്ക് ഉണ്ട് സാമുവൽ ജോൺസന്റെ. അതെന്ന് പറഞ്ഞാല് കുറച്ച് പോയറ്റ്സിനെ കുറിച്ച് അവരുടെ കവിതകളെ കുറിച്ച് സാമുവൽ ജോൺസൺ എഴുതിയിട്ടുള്ളതാണ്. ആ ഒരു വർക്കില് ലിവ്സ് ഓഫ് ദ മോസ്റ്റ് എമിനന്റ് ഇംഗ്ലീഷ് പോയിറ്റ്സ് ആണ്. ആ വർക്കിലുള്ള എബ്രഹാം കോളയുടെ ചാപ്റ്ററിലാണ് സാമുവൽ ജോൺസൺ ആരെ അറ്റാക്ക് ചെയ്യുന്നത്? മെറ്റാഫിസിക്കൽ പോയിറ്റ്സിന്. മെറ്റാഫിസിക്കൽ പോയിറ്റ്സിലുള്ള ആരുടെങ്കിലും ഒരാളുടെ പേര് പറയാൻ പറ്റുമോ? മെയിൻ ആയിട്ടുള്ള ഒരാളുണ്ടല്ലോ നമുക്ക് മെറ്റാഫിസിക്കൽ പോയിറ്റ്സിൽ, മെറ്റാഫിസിക്കൽ കൺസീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ആരാണ് അയാൾ? പറഞ്ഞോ നിങ്ങള് ഒന്നുകൂടെ നോസി. മാർലോ നമ്മുടെ യെസ് ഡൺ ആണ്. മാർലോ യൂണിവേഴ്സിറ്റി വിറ്റ്സിലാണ് വരിക. ഓക്കെ, ജോൺ ഡൺ ഒക്കെ വരുന്നത് ഈ മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനൊന്നും ആദ്യം വലിയ അംഗീകാരമൊന്നും കിട്ടിയിട്ടില്ല. സാമുവൽ ജോൺസൺ ഒക്കെ എന്താ പറയാ അറ്റാക്ക് ചെയ്തിരുന്നു. എക്സ്ട്രേനിയസ് ഐഡിയാസ് യോക്ക്ഡ് ടുഗദർ ബൈ വയലൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മൾ പഠിക്കും ഡീറ്റെയിൽഡ് ആയിട്ട്. എന്തിട്ടുണ്ട്? സാമുവൽ ജോൺസൺ ഈ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് അറ്റാക്കാ ചെയ്തത് ആ ഒരു വർക്കില്. അപ്പൊ അത് നമ്മൾ പഠിക്കും. ദെൻ റൊമാൻറ്റിക്കില് ആരൊക്കെ ഉണ്ട്? വില്യം വേർഡ്സ്വർത്തും എസ്.ടി. കോളറിഡ്ജും കൂടെ എഴുതിയ വർക്ക് ഏതാ? ദ മാനിഫെസ്റ്റോ ഓഫ് റൊമാൻറ്റിക് പോയട്രി എന്നറിയപ്പെടുന്ന 1798 പബ്ലിഷ് ചെയ്ത പോരട്ടെ, അറിയായിരിക്കുമല്ലോ. 1798 പബ്ലിഷ് ചെയ്ത യെസ് ലിറിക്കൽ ബാലൻസ്. ഇവിടെ നമ്മൾ ലിറിക്കൽ ബാലൻസ് നിങ്ങൾ പോയട്രി പോർഷനിൽ പഠിക്കും. പോയട്രി എന്ന് പറഞ്ഞ യൂണിറ്റിൽ പഠിക്കും. ലിറിക്കൽ ബാലൻസിന്റെ പ്രിഫേസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ള. പ്രിഫേസ് ടു ലിറിക്കൽ ബാലൻസ്, അതായത് ഒരു പുതിയൊരു ജാനർ ഓഫ് ലിറ്ററേച്ചർ ആയതുകൊണ്ട് അല്ലെ, വേർഡ്സ്വർത്തിന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്ത് ചെയ്തു? വേർഡ്സ്വർത്തിനോട് എന്ത് പറഞ്ഞു? ഇതിനൊരു പ്രിഫേസ് ആഡ് ചെയ്യണം. അങ്ങനെ ഇതിന്റെ സെക്കൻഡ് എഡിഷനിൽ അല്ലെ 1800 വന്നിട്ടുള്ള സെക്കൻഡ് എഡിഷനിലാണ് വേർഡ്സ്വർത്ത് എന്ത് ചെയ്യുന്നത് അല്ലെ, ഇവർ ഈ റൊമാൻറ്റിക് പോയട്രി എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? ഒരു പുതിയൊരു തരത്തിലുള്ള ഒരു കവിതയല്ലേ, കവിതകളുടെ ഒരു കളക്ഷൻ അല്ലേ. അപ്പൊ എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു ഐഡിയ പ്രിഫേസ് ലെവൽ. അപ്പൊ പ്രിഫേസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ വിക്ടോറിയൻ എറ വരുമ്പോഴത്തേക്കും നമുക്ക് ആരുണ്ട്? മാത്യു ആർണോൾഡ് ഉണ്ട്. കൾച്ചർ ആൻഡ് അനാർക്കി എന്ന് പറയുന്ന വർക്ക് കേട്ടിട്ടുണ്ടോ? കൾച്ചർ ആൻഡ് അനാർക്കി. അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് പോയട്രി കേട്ടിട്ടില്ലേ? ഈ വർക്കുകളൊക്കെ എഴുതിയിട്ടുള്ള എസ്റ്റിമേഷൻ ഓഫ് പോയട്രി. ടച്ച് സ്റ്റോൺ മെത്തേഡ് ഒക്കെ കേട്ടിട്ടുണ്ടോ? ഞാൻ വെറുതെ ഇങ്ങനെ ഓർക്കുന്നതൊക്കെ നിങ്ങളോട് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഇതൊന്നും കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നും ടെൻഷൻ ആവണ്ട, ഇതൊക്കെ നമ്മൾ പഠിക്കും. മാത്യു ആണ് ടച്ച് സ്റ്റോൺ മെത്തേഡ്. ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പുതിയ പോയറ്റിന്റെ കവിതയെ ഓൾറെഡി ലെജൻഡറിക് ആയിട്ടുള്ള റൈറ്റേഴ്സ് ഇല്ലേ, അതായത് ഓൾറെഡി ഇവിടെ എന്താ പറയാ വലിയ രീതിയിലുള്ള സ്ഥാനം നേടിയിട്ടുള്ളവരുടെ കവിതയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പുതിയൊരു പോയറ്റിന്റെ വാല്യൂ നിർണ്ണയിക്കുന്നത് നമ്മൾ ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്നൊക്കെ പറയാം.
അതൊക്കെ നമ്മൾ പഠിക്കും. ദെൻ നമ്മുടെ മോഡേൺ പോയറ്റ് ആയിട്ടുള്ള TS എലിയട്ട്. TS എലിയട്ടിന് ഏതെങ്കിലും ക്രിട്ടിക്കൽ വർക്ക് നിങ്ങൾക്ക് അറിയോ? TS എലിയട്ടിന്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാമുവൽ ജോൺസൺ. യെസ്, വേസ്റ്റ്ലാൻഡ് പോയം അല്ലെ? വേസ്റ്റ്ലാൻഡ് പോയം ഉണ്ട്. യെസ്, വെരി ഗുഡ്. വേസ്റ്റ്ലാൻഡ് പോയം ഉണ്ട്. നിങ്ങൾക്ക് TS എലിയട്ടിന്റെ ക്രിട്ടിക്കൽ വർക്ക് ഏതെങ്കിലും അറിയോ? TS എലിയട്ട് ആസ് എ ക്രിട്ടിക്, നോട്ട് ജസ്റ്റ് ആസ് എ പോയറ്റ്, ക്രിട്ടിക്കും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, യെസ്, ട്രഡീഷണൽ. ഓക്കെ, വരട്ടെ. ട്രഡീഷണൽ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് അല്ലെ? യെസ്. പിന്നെ ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ഉണ്ട്, 1921 പബ്ലിഷ് ചെയ്ത. ഇതൊക്കെ ആരുടെ വർക്കാണ്? TS എലിയട്ടിന്റെ വർക്കാണ്. അല്ല, ഇതിലൊക്കെ TS എലിയട്ട് ഓരോ കോൺസെപ്റ്റ്സും കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് നിന്നൊക്കെ അത്രയും തവണ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി കേട്ടിട്ടുണ്ടോ? ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്, അല്ലെ? നിങ്ങൾ ഇത് കേട്ട് കാണും. യെസ്. അതായത് ഹാംലെറ്റ് ഈസ് എൻ ആർട്ടിസ്റ്റിക് ഫെയിലിയർ എന്ന് പറയുന്നത് TS എലിയട്ട് എന്നറിയാലോ? ബിക്കോസ് ഇറ്റ് ലാക്സ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് അല്ലെ? TS എലിയട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇതിൽ പഠിക്കും. ആൻഡ് ദെൻ ഈ സാമുവൽ ജോൺസൺ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ മെറ്റാഫിസിക്കൽ പോയറ്റ്സിന് ഒരു എന്താ പറയാ, അവരെ നെഗറ്റീവ്ലി ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് സാമുവൽ ജോൺസൺ വർക്ക് ചെയ്തത്. പക്ഷേ മെറ്റാഫിസിക്കൽ പോയറ്റ്സിന് ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് റെക്കഗ്നിഷൻ കൊടുത്തത് TS എലിയട്ടാണ്. അദ്ദേഹത്തിന്റെ വർക്കുകളിലൂടെയാണ്. അതായത് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറഞ്ഞ് 1921 അദ്ദേഹം പബ്ലിഷ് ചെയ്ത വർക്കിലാണ് ആക്ച്വലി മെറ്റാഫിസിക്കൽ പോയറ്റ്സിന് ഒരു റെക്കഗ്നിഷൻ കിട്ടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു പോയറ്റ് ഒരു ഗ്രൂപ്പിനെ കുറിച്ച് എഴുതിയാൽ ആളുകൾ അത് ശ്രദ്ധിക്കില്ലേ? അല്ലെ? ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ അങ്ങനെയാണ് ശരിക്കും TS എലിയട്ടാണ് എന്ത് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ഇത്രയും പോപ്പുലർ ആവുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരാള്. ദെൻ നമ്മൾ പോസ്റ്റ് മോഡേൺ എറയിലുള്ള ലിറ്റററി ഈഗിൾട്ടൺ, ലിറ്റററി തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്ന വർക്ക് എഴുതിയിട്ടുള്ള, പിന്നെ സ്റ്റഡി ഓഫ് ക്രിറ്റിസിസം പോലത്തെ വർക്കുകൾ എഴുതിയിട്ടുള്ള ടെറി ഈഗിൾട്ടൺ വരെ. അപ്പൊ അത് ടെറി ഈഗിൾട്ടൺ മാത്രമല്ല, അദ്ദേഹത്തെ പോലത്തെ കുറച്ച് പോസ്റ്റ് മോഡേൺ ക്രിറ്റിക്സിനെ നമ്മൾ പഠിക്കും. അപ്പൊ ക്രിറ്റിസിസത്തിൽ എന്താ പഠിക്കുക എന്നുള്ള ഐഡിയ കിട്ടിയില്ലേ? ആൻഷ്യൻ ഗ്രീക്ക് ആൻഡ് റോമൻ ക്രിറ്റിക്സിനെ നമ്മൾ നന്നായിട്ട് കവർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ക്രിറ്റിക്സ്, നിങ്ങൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ 4 യൂണിറ്റ്സ് ക്രോണോളജിക്കലി അല്ലേ പഠിക്കുക? അതേ രീതിയിലാണ് നമ്മളോട് ക്രിറ്റിസിസം പഠിക്കുക. കണ്ടോ? നൈസ്. ഓരോ പീരീഡ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ഇതിൽ നിന്നും ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ക്രിറ്റിക്സിന് അറേഞ്ച് ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ ക്രിറ്റിക്സിന്റെ കോൺസെപ്റ്റ്സ് തന്നിട്ട് അറേഞ്ച് ചെയ്യാൻ ചോദിക്കും. ഇവര് കൊണ്ടുവന്ന കോൺസെപ്റ്റ്സ് അറേഞ്ച് ചെയ്യാൻ ചോദിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ അറിയണം? ആ കോൺസെപ്റ്റ് മാത്രമേ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. ആ കോൺസെപ്റ്റ് ആര് പറഞ്ഞു എന്ന് അറിയണം, അല്ലെ? ആൻഡ് ആ ഏജ് അറിയണം. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഏജ് വൈസ് ആയിട്ട് പഠിക്കുന്നത്. പഠിക്കാലോ ക്രിറ്റിസിസവും. നമുക്ക് ഇതേ ഒരു ഓർഡറിൽ എന്ത് ചെയ്യാം? യെസ്, നമ്മൾ ആ ഓഥറിന് അറിയണം, ക്രിട്ടിക്കിന് അറിയണം, ദെൻ ഏജ് നമ്മൾ അറിയണം. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള റിസർച്ച് മെത്തേഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ഇൻ ഇംഗ്ലീഷ്. ഇത് നമ്മൾ റിസർച്ചിന് നമ്മുടെ പേപ്പർ 1ലും ഇങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ട് അല്ലെ? ആ പേപ്പർ 1ൽ ജനറലി എല്ലാ സബ്ജക്റ്റുകാരും റിസർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നെങ്കിൽ, ഇവിടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷുകാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇംഗ്ലീഷുകാര് എന്താ പറയാ ഫോളോ ചെയ്യുന്ന റിസർച്ച് മെത്തേഡ്സ്, പിന്നെന്താണ് ഇംഗ്ലീഷുകാരുടെ നമ്മുടെ എന്താ പറയാ നമ്മൾ യൂസ് ചെയ്യുന്ന സോഴ്സുകളിൽ, നമുക്ക് റിസർച്ച് ചെയ്യാനായിട്ട് നമുക്ക് കുറെ സോഴ്സുകളുണ്ട്. പ്രൈമറി സോഴ്സ്, സെക്കൻഡറി സോഴ്സ്, ടെർഷ്യറി സോഴ്സ് ഒക്കെ ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. ദെൻ പിന്നെ ചോദിക്കാൻ വെച്ചാൽ റിസർച്ചിന്റെ സ്റ്റെപ്സ് ചോദിക്കും. സ്റ്റെപ്സ് ഇങ്ങനെ അല്ലാതെ എന്താ പറയാ ഇങ്ങനെ ഒരുമിച്ച്, അതായത് ഓർഡർ അല്ലാതെ തന്നിട്ട് നമ്മളോട് ഓർഡർ ആക്കാൻ ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തീസിസിലോ ഡിസർട്ടേഷനിലോ ഉള്ള അതായത് കണ്ടന്റ്സ് തന്നിട്ട് അത് ക്രോണോളജിക്കൽ അല്ലെങ്കിൽ എന്താ പറയാ അത് ലിസ്റ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിക്കും. ഈ സൈറ്റേഷൻ സ്റ്റൈൽസ്, MLA, APA സ്റ്റൈൽസ് ഒക്കെ അറിയാലോ. ഈ APAയുടെ ഫുൾ ഫോം എന്താ? APAയുടെ MLAയുടെ അറിയോ? APAയുടെ ഫുൾ ഫോം ഒക്കെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നേ, അറിയേണ്ടതാണ്. APA MLA എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സൈറ്റേഷൻ സ്റ്റൈൽ ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും അറിയാമോ? അല്ലെങ്കിൽ പഠിച്ചിട്ട് മറന്നുപോയതോ വല്ലതും ആണെങ്കിൽ ഒന്നൊരു തംസപ്പ് തന്നെ. അമേരിക്കൻ, യെസ്. ബാക്കി എന്താ? മറന്നു അല്ലെ? സാരമില്ല, നമുക്ക് പഠിക്കാം. അമേരിക്കൻ സൈക്കോളജിക്കൽ, സസ്പെൻസ് ഇട്ട് കളിക്കുകയാണല്ലോ. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ, അതാണ് APA. ആൻഡ് അറിയാത്ത ആൾക്കാർ മറന്നുപോയ ആൾക്കാർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. യെസ്, വെരി ഗുഡ്. മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ. ഇതിന്റെ ഒക്കെ നമ്മൾ എന്ത് പഠിക്കണം? നമ്മളിപ്പോ ഇതിന്റെ ഒരു എക്സ്പാൻഡഡ് ടൈറ്റിൽ നമ്മൾ പഠിച്ചു. അത് കൂടാതെ റീസെന്റ് ആയിട്ടുള്ള എഡിഷൻ, ഇപ്പൊ MLAയുടെ ഒക്കെ എനിക്ക് തോന്നുന്നു 9th എഡിഷൻ ആണ് ഇപ്പൊ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ 9th എഡിഷൻ എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കണം. ഇത് എക്സാമ്പിൾ വെച്ചിട്ട് നമ്മളോട് ചോദിക്കും.
കുറച്ച് എക്സാമ്പിൾ തന്നിട്ട് ഇതിൽ ഏതാണ് MLA 8th എഡിഷൻ, ഏതാണ് MLA 9th എഡിഷൻ എന്ന് ചോദിക്കാം. അതറിയണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിക്കണ്ടേ അല്ലെ? എവിടെ കോമ വരുന്നു, എവിടെ കുത്ത് വരുന്നു, ഓതറിന്റെ പേരെങ്ങനെ എഴുതുന്നു, ബുക്കിന്റെ പേര് ഇറ്റാലിക്സിലാണോ, ഇയർ എഴുതുന്നുണ്ടോ, പ്രിന്റിംഗ് പബ്ലിഷിംഗ് ഹൗസിനെ കുറിച്ച് പറയുന്നുണ്ടോ എന്നൊക്കെ അറിയണ്ടേ? മനസ്സിലായോ? റിസർച്ച് എന്ന് പറയുന്ന യൂണിറ്റിൽ എന്തൊക്കെയുള്ള എന്നുള്ളത്. കാരണം നമ്മൾ ഈ ഒരു എക്സാമിന്റെ എന്താ പറയാ, നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് മാത്രമല്ല, നമുക്ക് നമ്മൾ 1% എത്തുമ്പോൾ നമുക്ക് JRF കൂടെ തരുന്നുണ്ട്. അറൌണ്ട് 25 lakhs. യെസ്, ലാസ്റ്റ് സൈക്കിൾ സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായി അല്ലെ? ഓക്കെ. അത് അറൌണ്ട് 25 lakhs അടുത്തുള്ള ഒരു സ്കോളർഷിപ്പ് നമുക്ക് തരുമ്പോ റിസർച്ചിനെ കുറിച്ച് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? അതേ ഈ ഒരു യൂണിറ്റിലൂടെ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നിങ്ങൾ റിസർച്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമോ എന്നാണ് ദേ ചെക്കിങ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ 4 യൂണിറ്റ്സിന്റെ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞു. റിസർച്ച്, ക്രിറ്റിസിസം, ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ, ദെൻ ലാംഗ്വേജ്. ഇനി നിങ്ങൾ എക്സാം ഹാളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷന്റെ സമയത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു 5 പോയിന്റ്സ് കൂടെ പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഒരു ലെവലിൽ നമ്മുടെ എക്സാം പോയിക്കൊണ്ടിരിക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ഇയർ അറിയാമോ, ഫാക്ട്സ് അറിയാമോ, ഓതറിന് അറിയാമോ എന്ന് മാത്രമല്ല നെറ്റ് ഇംഗ്ലീഷ് എക്സാം ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളത് അവർക്ക് അറിയാം. അത് നിങ്ങൾ ഈ ഒത്തിരി ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടോ? നമുക്ക് ഈ കഴിഞ്ഞ എക്സാം വളരെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് ഒരു നമുക്ക് വളരെ സർപ്രൈസിങ് ആയിട്ട് ഒരു എക്സാം ആയിരുന്നു കഴിഞ്ഞത്. ഈ കഴിഞ്ഞ എക്സാം എഴുതിയ ആരൊക്കെ ഉണ്ട്? തൊട്ടടുത്ത എക്സാം എഴുതിയത്? യെസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറെ കണ്ടൊരു എക്സാം അല്ലേ? അല്ലെ? നമ്മൾ പാറ്റേണിനൊക്കെ ഡിഫറെന്റ് ആയിട്ട് ഒത്തിരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടുള്ള ഒരു എക്സാം ആണ്. ഇതിന് മുമ്പ് വരെയുള്ള എക്സാമിനാണെങ്കിൽ നമുക്ക് ഒത്തിരി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. കാരണം നമ്മൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണ്ടേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പൊ ആ കോൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ അറിയണം? അത് ആര് കൊണ്ടുവന്നു? കൊണ്ടുവന്നു. ഏത് വർക്ക്? മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്ന് പറയുന്ന വർക്ക്. അത് ഏത് ഇയറിൽ പബ്ലിഷ് ചെയ്തു? 1921 പബ്ലിഷ് ചെയ്തു. ആൻഡ് ആ കോൺസെപ്റ്റിൽ എന്താണ് പറയുന്നത്? അല്ലെ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. എസ്പെഷ്യലി കോൺസെപ്റ്റിനെ കുറിച്ചുള്ള വളരെ എന്താ പറയുക ഡെപ്തിലുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ വേണം. എന്നാൽ മാത്രമല്ല ഏത് തരത്തിൽ ഇവർ തിരിച്ചും സർഫേസ് ലെവലും. അപ്പൊ കോൺസെപ്റ്റ് ക്ലാരിറ്റി ആണ് വേണ്ടത്. പിന്നെ നമുക്ക് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് റിവിഷൻ. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? നമുക്ക് വേഗം തന്നെ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ റിവിഷൻ ഇസ് എ മസ്റ്റ്. റിവിഷന്റെ പ്രാധാന്യം നമ്മൾ വരുന്ന ക്ലാസ്സുകൾ നന്നായിട്ട് പറയും. റിവിഷൻ വേണം. റിവിഷൻ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുള്ള റിവിഷൻ അല്ല, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിവിഷൻ ചെയ്യണം. അല്ലെ? നിങ്ങൾ എന്ത് ചെയ്യണം? ഒരാഴ്ചയിൽ നിങ്ങളുടെ പഠനത്തിൽ റിവിഷനും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. 4 ദിവസം പഠിച്ച കാര്യങ്ങൾ 5ാമത്തെ, 6ാമത്തെ, 7ാമത്തെ ദിവസം നിങ്ങൾ കുറച്ചെങ്കിലും സമയം ഇൻവെസ്റ്റ് ചെയ്ത് റിവൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ദെൻ PYQ പ്രാക്ടീസ്. അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ കഴിഞ്ഞ എക്സാം ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നല്ല രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് പോയ ഒരാൾക്ക് നെറ്റും JRF ക്വാളിഫൈ ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പേപ്പറാണ് ഇപ്പൊ കഴിഞ്ഞത്. ആൻഡ് ദെൻ എന്താണ്, പിന്നെ ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. പാസേജും പോയും പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ഒരു പാസേജിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, പോയത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വരില്ലേ? 5 ക്വസ്റ്റ്യൻ വെച്ചിട്ട്
അത് നിങ്ങൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. നമ്മുടെ ആപ്പിൽ നമുക്ക് ഒത്തിരി ടെസ്റ്റുകൾ ഉണ്ടല്ലോ. അല്ലാതെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒത്തിരി ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിൽ എന്ത് ചെയ്യുക, പാസേജും പോയും ഇപ്പോഴേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക, വായിച്ചിട്ട്. ചെയ്യാലോ? ഞാൻ ഇനി വരുന്ന ക്ലാസ്സുകളിലും എന്ത് ചെയ്യും, നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്താം. കാരണം അങ്ങനെ ചെയ്ത് ചെയ്ത് ശീലമായാലേ നമുക്ക് എക്സാം ഹാളിൽ ഇരുന്നിട്ട് ആ പാസേജും പോയൊക്കെ നല്ല കോൺസെൻട്രേഷനോട് കൂടെ വായിക്കാനായിട്ട് പറ്റുള്ളൂ. അതൊന്നൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്യണേ. ദെൻ എന്ത് ചെയ്യുക, ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ എടുക്കുക. നമ്മൾ 3 hour ഉള്ള ഒരു ടെസ്റ്റ് ആണ് നമ്മൾ എക്സാം ഹോളിൽ പോയിട്ട് എടുക്കാൻ പോകുന്നത്. അത് നിങ്ങൾ നേരത്തെ പ്രാക്ടീസ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് എക്സാം ഹോളിൽ കുറച്ചൊന്ന് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റൂലേ? ഇത് ഞങ്ങളുടെ ഓഫ്ലൈൻ സ്റ്റുഡൻസിനെ കൊണ്ട് ഇവിടെ ഇരുത്തിയിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അതായത് എക്സാം ഹാളിൽ ഉള്ളതുപോലെ തന്നെ ടൈം സെറ്റ് ചെയ്തിട്ട് ഒരു പേപ്പർ 1ന്റെ ടെസ്റ്റും ഒരു പേപ്പർ 2ന്റെ ടെസ്റ്റും ഒരുമിച്ച് എടുപ്പിക്കുന്നു. കാരണം നമ്മൾ നമ്മുടെ മെന്റലി ഫിസിക്കലി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് അത്. അപ്പൊ അത് നിങ്ങൾ ഇപ്പോഴേ എടുത്ത് തുടങ്ങണമെന്നില്ല. നമ്മളൊരു 5-6 യൂണിറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സൺഡേ ഒക്കെ കിട്ടില്ല, നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഒരു ഓഫ് ഡേ കിട്ടുന്നത് അന്ന് എന്ത് ചെയ്യാം, ഒരു 3 മണിക്കൂർ ഈ എക്സാമിന്റെ മോക്ക് ടെസ്റ്റുകൾ എടുക്കാനായിട്ട് സ്പെൻഡ് ചെയ്യാം. ചെയ്യാമോ? ചെയ്യൂലേ? അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാവും അല്ലെ എങ്ങനെയാണ് ഞാൻ എക്സാം എഴുതുന്നത്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ, അതായത് അല്ല നിങ്ങളൊന്ന് ആലോചിച്ചു, ഇതൊന്നും ചെയ്യാതെ നേരിട്ട് 3 hour എക്സാം ഹോളിൽ പോയിരിക്കും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. 3 മണിക്കൂർ ഇങ്ങനെ ഒറ്റ ഇരിക്കും ഒരു സിസ്റ്റത്തിന് മുന്നിൽ ഇരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. നമ്മളങ്ങ് ക്ഷീണിക്കും എക്സാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അല്ലെ. നമുക്ക് അവിടെ ആകെ എന്താ ഉള്ളത്, നമ്മുടെ മുന്നിൽ ഒരു സ്ക്രീൻ ഉണ്ട്, ഒരു പേപ്പർ ഉണ്ട്, ഒരു പേനയുണ്ട്, വെള്ളമുണ്ട് കുടിക്കാൻ. ഇതേ രീതിയിലുള്ള എൻവയോൺമെന്റ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ട് പരീക്ഷ എഴുതിയിട്ട് ശീലിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഒത്തിരി തവണ ഇത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ സ്വയം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടാണ് എക്സാം ഹോളിലേക്ക് പോകുന്നത്. അത് നിങ്ങൾക്ക് തരുന്ന കോൺഫിഡൻസ്, തരാൻ പോകുന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത്, എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ നമ്മൾ 4 യൂണിറ്റ്സ് പഠിപ്പിക്കാനായിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട്, നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ വന്നിട്ടുള്ള ആൾക്കാരാണ്, ഒത്തിരി നേരത്തെ തന്നെ ഈ ഒരു പ്രിപ്പറേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തിട്ടുള്ള ആളുകളാണ്. അപ്പൊ അതിനാദ്യമേ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു കൺഗ്രാറ്റുലേഷൻ. ആൻഡ് എന്ത് ചെയ്യാ, ഇതേ ആവേശത്തോടു കൂടെ ഇഷ്ടത്തോടു കൂടെ എന്ത് ചെയ്യാ, നിങ്ങൾ പ്രിപ്പറേഷന്റെ ലാസ്റ്റ് വരെ ഒരുമിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുക. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ശ്രീലക്ഷ്മി മിസ്സും I+ന്റെ എൻ്റെ ടീമും നിങ്ങൾക്ക് നെറ്റും JRF കിട്ടുന്നത് വരെ നിങ്ങളുടെ കൂടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടിനും കൂടെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു എവരിവൺ. നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്.